ലൈക്ക് എൻ്റെ ഇഞ്ചുറീസ് ഒക്കെ കേട്ടാ എനിക്ക് 18 ഫ്രാക്ചറാണ് തലയിൽ നടന്നത്, 3 റിബ്സ് ഒടിഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ മാക്സിലറി ഫ്രാക്ചേഴ്സ്. ഡോക്ടർ പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന്, ഇവൻ്റെ കണ്ണ് ഡിപ്രസ്ഡ് ആയതാ. എൻ്റെ ഈ കണ്ണ് ഡിപ്രസ്ഡ് ആയിട്ട് ഇനി കാഴ്ച കാണത്തില്ല റൈറ്റ് കണ്ണിന്ന്. പെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ കണ്ട കാര്യങ്ങളൊക്കെ യു കെ നോട്ട് ബിലീവ് വാട്ട് ഐ ഹവ് സീൻ. ഹോസ്പിറ്റലിൽ നടന്ന കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ്, എനിക്ക് അനസ്തേഷ്യ വേണ്ട, ബിക്കോസ് എനിക്ക് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കണ്ടത് ആൾക്കാർക്ക് ആലോചിക്കാൻ പോലും, ഞാൻ പോഡ്കാസ്റ്റിൽ പറയുന്നില്ല, ബട്ട് ആലോചിക്കാൻ പോലും പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. 1 hour 25 minutes തീർത്തു, 8.71 kilometers. The Guinness World Record holder Sujit Koshi. So anyway, I'm so grateful that I'm alive, because I'm very grateful that എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കറിയില്ല, I practice gratitude എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നന്ദി ദൈവമേ for giving me another day. പുള്ളിയുടെ പ്രവൃത്തി, പുള്ളിയുടെ ചികിത്സ വെച്ച് എന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞൊക്കെ ഗ്യാരണ്ടി ആയിരുന്നു. 3 മാസം പുള്ളിയുടെ ചികിത്സ ചെയ്തു. പുള്ളിയുടെ വൂൺസ് ഉണ്ടാക്കിയത്, പുള്ളി ഉണ്ടാക്കിയ ഡാമേജ് ഫിക്സ് ആക്കാൻ വേണ്ടി മാത്രം എനിക്ക് 21 സർജറി ചെയ്യേണ്ടി വന്നു. From the land the stars were born with some scars, feeling of the beats of Indian raga, for the music and the dance to be bought as one. Now this is bigger than everyone. From a sound of the nation to utter domination, we conquer every fear with the tap correlation. Music and dance, it gives us free stance, peace and love we need in advance. From a rich to the famous, poor to the blameless, we come from a country that made us courageous. Talam and beat becomes sangeet, dancing all the way from the room to the streets. We got step up 3 that's playing on repeat, the mantra, the raga, Om Namah Shivaya, dance of the kings that makes a bit higher. Power of the Om from the Lord Shivaya comes with a boom and sets you on fire. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലുമിനോ ഫോക്കസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിൽസി കെ വിൽസൺ ആൻഡ് ദിസ് ഈസ് അവർ ഷോ സുലൈമാനി വിത്ത് വിൽസി. ചലഞ്ചസ് ആർ നോട്ട് ഒബ്സ്റ്റക്കിൾസ്, ദേ ആർ ഓപ്പർച്യൂണിറ്റീസ് ടു റൈസ് ഹയർ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് നമുക്കൊക്കെ ലൈഫിൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ്. എ വോയിസ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ റാപ്പറാണ്, എന്താ പറയുക, ഫിറ്റ്നസ് ട്രെയിനറാണ്, ഇൻഫ്ലുവൻസറാണ്. സോ സുജിത് കോശി വർഗീസ്. ഹായ്, എന്നെ നോക്കല്ലേ, ഞാൻ എങ്ങനെ ഇൻട്രോ പറയാത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയാണ്. SKV സുജിത് കോശി വർഗീസ്. ഓക്കെ. സുജിത്, ആക്ച്വലി സുജിത്തിന്റെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് മലയാളം പോഡ്കാസ്റ്റ് ആണിത്. കൈയടിക്കൂ. അതെ, ഇതാണ് ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്, ഫസ്റ്റ് മലയാളം പോഡ്കാസ്റ്റ് എവർ. സോ SKV സുജിത് കോശി വർഗീസ് ആണ് ഫുൾ പേര്. സോ ഐ യൂഷ്വലി എന്നെ കുറെ ആൾക്കാർ അറിയുന്നത് SKV ഉള്ള പേര് വെച്ചാ. ആക്ച്വലി സുജിത്തിൻ്റെ കുറേ പോഡ്കാസ്റ്റ്, കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല. ആൻഡ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കുവാണെങ്കിലും ഞാൻ സത്യമല്ല, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഈ റീസെൻ്റ്ലി ആണ് സുജിത്തിൻ്റെ പ്രൊഫൈൽ ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ഈ പ്രൊഫൈൽ കണ്ട് സത്യസന്ധമായിട്ട് എൻ്റെ ഒരു കള്ളത്തിനൊരു മനസ്സാണ് എൻ്റേത്. അപ്പോൾ ആ പ്രൊഫൈൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കുറേ സുജിത്ത് എന്തൊക്കെയാണ് ചെയ്തത്, ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കി. അതിന് ശേഷമാണ് ഐ തോട്ട് എന്തുകൊണ്ട്, അപ്പം ഞാൻ വിചാരിച്ചത് സുജിത്ത് മലയാളി അല്ലെന്നാണ്. അപ്പം പിന്നെ പേര് നോക്കി, പ്രൊഫൈൽ നോക്കി, സുജിത് കോശി വർഗീസ്, ഓക്കെ മലയാളി ആയിരിക്കും. അങ്ങനെ ഞാൻ ഈ പ്രൊഫൈൽ കണ്ടു, ഫോളോ ചെയ്യുന്ന സുജിത്തിൻ്റെ മിക്ക ആക്ടിവിറ്റീസ് ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെയാണ് ഫൈനലി ഒരു ദിവസം ഞാൻ വിളിച്ചത് ഇതെന്റെ ഫസ്റ്റ് മലയാളം പോഡ്കാസ്റ്റാ. ലൈക്ക് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പോഡ്കാസ്റ്റ് ആയിട്ട് ഇതാണ് ഫസ്റ്റ് വൺ. ആൻഡ് എനിക്ക് ലാസ്റ്റിൽ ഓർമ്മ പോലും ഇല്ല ലാസ്റ്റ് എപ്പോഴും ഒരു മലയാളം ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറേ നാളും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആൻഡ് അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്തുകൊണ്ട് ഞാൻ എന്നിട്ട് വിചാരിച്ചു കേട്ടോ, എന്തുകൊണ്ട് ഞാൻ സുജിത്തിനെ അറിയാതെ പോയത്. വൈ? ബിക്കോസ് കാരണം സുജിത്ത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. അതും ഒരു നിസ്സാർ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്, കാര്യമല്ല. പിന്നെ സുജിത്തിൻ്റെ ഒരു ലൈഫ് ജേർണി ഇല്ലേ, അത് ശരിക്കും പറഞ്ഞിപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും
സുജിത്തിൻ്റെ ഈ ഒരു ഫുൾ പോഡ്കാസ്റ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. സോ ഇനി ഞാൻ മൈക്കിൽ സംസാരിക്കില്ല, കാരണം എല്ലാ പോഡ്കാസ്റ്റിലും മൈക്ക് കൂടുതൽ ഞാൻ എടുക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ, കാരണം എനിക്ക് തോന്നുന്നു എന്നെക്കാളും ആൾക്കാരോട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് സുജിത്താണ്. സോ സുജിത്തിൻ്റെ ലൈഫ് ജേർണി പറയൂ, നമുക്കൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി. സോ ഞാൻ ആക്ച്വലി വിൽസി ഇവിടെ ജനിച്ചു വളർന്നത്. സോ ദുബായിലാണ് ഞാൻ. മീ, മോം, ഡാഡ്, രണ്ട് ചേച്ചിമാരുണ്ട്. വൺ ഇസ് കാനഡ, വൺ ഇസ് ദുബായ്. ആൻഡ് ഇത് നമ്മുടെ ബാസിൽ പറയുന്നത് ഒരു ഞാൻ കാനഡ, അവൻ അല്ല കുഴപ്പമില്ല, സിസ്റ്റേഴ്സിന് പറഞ്ഞു, കാരണം അവരിത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ മെൻഷൻ ആണ്. സോ എൻ്റെ രണ്ട് മൂന്ന് ചേച്ചിമാരാ, സോണിയ, സോഫിയ. ആൻഡ് പപ്പയുടെ പേര് വർഗീസ് കോശി, മമ്മിയുടെ പേര് സാറമ്മ വർഗീസ്. അപ്പോൾ ചേച്ചി നമ്മളെല്ലാവരും ജനിച്ചു വളർന്നതൊക്കെ ദുബായിലാണ്. പിന്നെ ഒരു 3-4 years ബാക്ക് മുമ്പെയാണ് ചേച്ചി മാരീഡ് ഹസ്ബൻഡായിട്ടും കൊച്ചായിട്ട് കാനഡയിലോട്ട് ഷിഫ്റ്റ് ആയത് ഫോർ ഡിഫറെന്റ് ആംബിയൻസ് ഓഫ് ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ രണ്ടാമത്തെ ചേച്ചി ഇവിടെ ദുബായിൽ തന്നെ ഇവിടെയാണ് വർക്കിംഗ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഇപ്പം ഒരു 3-4 years ആയിട്ട് എൻ്റെ പേരൻസ് റിസൈൻ ആയിട്ട് ഇപ്പം നാട്ടിലാണ്, മാവലിക്കരാണ് ഞങ്ങൾ വീട്. അപ്പോൾ ഇപ്പോൾ അവർ റിട്ടയർമെന്റ് ലൈഫ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് എൻ്റെ സെക്കൻഡ് എൽഡർ സിസ്റ്റർ ഇപ്പം ദുബായിലാണ്. സോ ഇവിടെയാണ് പഠിച്ചു വളർന്നതെല്ലാം. പിന്നെ ഒരു 9th ക്ലാസ് ആയപ്പോൾ പേരൻസ് വിചാരിച്ചു ചെറുക്കനെ ഇച്ചിരി നന്നാക്കാൻ നമുക്ക് നാട്ടിലൊന്ന് വിട്ടാലോ എന്ന്. ഇവിടെ ശരിക്കും കുറുമ്പായിരുന്നോ? ആയിരുന്നു. I'll tell you, maybe because ആ സമയത്ത് ഞാൻ ഭയങ്കര സ്പോർട്സിലും വേറെ കാര്യത്തിലായിരുന്നു ഇൻട്രസ്റ്റ്. പഠിത്തം ആൻഡ് ഓൾ വാസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി. അങ്ങനെ വിചാരിച്ചു ഇവനെ നമുക്കൊന്ന് നാട്ടിൽ വിട്ട് പഠിപ്പിച്ചാലോ, അങ്ങനെ അച്ചടക്കവും ഡിസിപ്ലിനൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ലേബറിൻ്റെ സ്കൂൾ മരങ്ങാട്ടുപള്ളി പാലയിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. എന്നിട്ടാണ് ഞാൻ ഗുഡ് ഷെപ്പേർഡിൽ, വിൽസി പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയില്, വിൽസിയുടെ നാട്ടിലെ ഗുഡ് ഷെപ്പേർഡിലാണ് പിന്നെ ഞാൻ ഫൈനലി പോയത്. +1 and +2. എൻ്റെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്, ഐ വിൽ ടെൽ യു ഹാൻഡ്സ് ഡൗൺ, ആയിരുന്നു മൈ ചങ്ങനാശ്ശേരി ഡയറീസ്. പിന്നെ അവിടുന്ന് ഐ ഡിഡ് ബാംഗ്ലൂരിലോട്ട് പോയി. ബിക്കോസ് ആ സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട് സർക്കിൾ ബാംഗ്ലൂരിലുണ്ടായതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് എൻ്റെ ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ് ബാംഗ്ലൂരിൽ ചെയ്യാം. ബാംഗ്ലൂർ പറഞ്ഞ ഇറ്റ് വാസ് എ വെരി ഡിഫറെന്റ്. ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ സുജിത്ത് ബാംഗ്ലൂരിലേക്ക് ചെല്ലുന്നു. ബാംഗ്ലൂരിലെ ജേർണിന് ശേഷം, ബാംഗ്ലൂരിലെ അവിടെ എത്തിയതിന് ശേഷമാണ് സുജിത്തിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ പോഡ്കാസ്റ്റിൽ ഞാൻ വളരെ എന്താ പറയുക ഒത്തിരി സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യാനുള്ള റീസണും ആ ഒരു ബാംഗ്ലൂർ, അല്ലെങ്കിൽ അതാണ് സുജിത്തിൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത്. സോ കണ്ടിന്യൂ ചെയ്തോ. സോ ബാംഗ്ലൂർ വാസ് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂർ വാസ് എ പ്ലേ ഗ്രൗണ്ട്. ഐ ഫീൽ ആ സമയത്ത് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ബൈക്കിംഗ്. ബൈക്കിംഗ് വാസ് എൻ്റെ ഒരു ഭയങ്കര പാഷനായിരുന്നു. ഞാനില്ല, ഒരു കഥ പറയും, എനിക്ക് കുറേ പേർക്ക് അറിയത്തില്ല ഇത്. ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ചിട്ടാണ് എൻ്റെ ലൈസൻസ് പോലും പോയി എടുത്തത് ബാംഗ്ലൂരിൽ. R15 2.0 ആ സമയത്ത് 2012 ആണെന്ന് തോന്നുന്നു, 2011 or 12 ഇത് ഫസ്റ്റ് റിലീസ് ആവുന്നത്. അത് ബാംഗ്ലൂർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, JC റോഡിലെ ഷോറൂമിൽ പോയിട്ട് പറയുന്നത് ഇവരോട് ഈ ബൈക്ക് എനിക്ക് വേണമെന്ന്. ലൈക്ക് എനിക്ക് അത്ര വട്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ആ സമയത്ത് എൻ്റെ കൂടെ താമസിച്ച കുറേ കൂർഗി പിള്ളേരായിരുന്നു. ഇവന്മാരൊന്നും ബൈക്ക് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കാണാത്ത രീതിയിലാണ് ഇവന്മാർ ബൈക്സ് സ്ട്രീറ്റിൽ ഓടിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ലൈക്ക് അവരെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയും അവർ ആക്സ് like a snake, they were there, and they were too good on bikes. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ഫാക്ടർ ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈം ദുബായിൽ ഇങ്ങനെ ബൈക്സിൻ്റെ ഒരു പ്രാന്തൊന്നുമില്ല, കാറിൻ്റെയും വലിയ പ്രാന്തൊന്നും ഇല്ലായിരുന്നു. സോ എൻ്റെ ഫസ്റ്റ് എക്സ്പോഷർ ബാംഗ്ലൂരിലായിരുന്നു. ആൻഡ് ദെൻ ഐ റിമെമ്പർ JC റോഡിൽ പോയിട്ട് പറയുന്നത് എനിക്ക് പുതിയ R15 ഇപ്പോൾ അവരെ മറ്റേ പ്രീ രജിസ്ട്രേഷൻ സ്റ്റോക്കൊക്കെ എടുക്കുന്നേ ഉള്ളൂ. അവർ പറഞ്ഞു വി ഹാവ് ദ ബൈക്ക്, പക്ഷെ 3 കളറാണ് ഇറങ്ങിയത് ഇന്ത്യയിൽ ആ സമയത്ത്, ബ്ലാക്ക്, ഗ്രീന്, ബ്ലൂ, മിക്സ് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രീൻ ഓർ സംതിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഇപ്പോൾ അവൈലബിൾ. ഐ എം ലൈക്ക് നോ, ഐ വോണ്ട് ബ്ലാക്ക് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഫോർ സംബഡി എൽസ്, സംതിങ് അങ്ങനെ എന്താണ്ടുണ്ടായിരുന്നു. ഇഫ് യു പേ 20,000 rupees എക്സ്ട്രാ വി വിൽ ഗിവ് ഇറ്റ് യു. ഞാൻ ATM പോയി 20,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ആ ബൈക്ക് അവിടുന്ന് പൊക്കിയിട്ടാണ് ഇറങ്ങിയത്. ആ ഷോ അന്ന് കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഫുൾ എൻജോയ് അടിപൊളിയായിരുന്നു. പിന്നെ അത് വെച്ചാൽ ഞാൻ ലൈസൻസ് ഒക്കെ പോയത്. അപ്പോൾ പോലീസ് ഓഫീസ് ആരുടെ ബൈക്ക്? ഞാൻ എൻ്റെ ബൈക്ക് മറ്റേ റെഡ് മാർക്കിലെ രജിസ്ട്രേഷൻ ബോർഡിലായിട്ടില്ല. So that was like biking was a big part of it. College was very chill. Bangalore people are very calm, very cool. So I loved it. Like adorum bhayangara adipoli phase aayirunnu of my life. And then ആ ഇയറിലാണ്, ഐ തിങ്ക് മൈ ഫൈനൽ ഇയർ, ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ബോക്സിംഗ്. സോ ബോക്സിംഗ് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ബിക്കോസ് ദാറ്റ് ഹാസ് പ്ലേഡ് എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്. ബോക്സിംഗ് ഹാസ് എന്നെ ഒരു പേഴ്സണാലിറ്റി ട്രാൻസ്ഫോം ചെയ്ത ഒരു സ്പോർട്ടാണ് ബോക്സിംഗ്. ആൻഡ് സോ ബാംഗ്ലൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സോ ഇറ്റ് വാസ് ഗോയിങ് ഗുഡ്. അപ്പോൾ എൻ്റെ ഫൈനൽ ഇയറിൽ എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് നടന്നായിരുന്നു. ബാച്ചിലേഴ്സ് ഇൻ കോമേഴ്സ്. ബാച്ചിലേഴ്സ് ഇൻ കോമേഴ്സാണ് പഠിച്ചത്. പിന്നെ എൻ്റെ ഫൈനൽ ഇയറിൽ
എൻ്റെ ഒരു 1 month ബിഫോർ മൈ ഫൈനൽ എക്സാംസ് എനിക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് നടന്നായിരുന്നു. സോ അവിടുന്നാണ് എവറിത്തിങ് വെൻറ്റ് സൗത്ത്. ഓക്കെ, നമുക്കറിയാതെ. എന്നാലും എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ആദ്യമേ പറഞ്ഞായിരുന്നു, കുറേ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ കേൾക്കുകയും എനിക്കറിയാം പേഴ്സണലി ആ ഒരു ജേർണി എനിക്കറിയാം. പക്ഷേ എന്നാലും എങ്ങനെയായിരുന്നു ഒരു ഇപ്പം നമുക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ ചോദ്യത്തിന് ഒരു ഇമ്പോർട്ടൻ്റേ ഇല്ല. സംഭവിച്ചു. സോ ആ ഒരു ബൈക്ക് ആക്സിഡൻറ്റിലേക്ക് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴായിരുന്നു അറിയാം അതെങ്ങനെയാണ് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക. അതിന് ശേഷമുള്ള ഒരു സുജിത്ത്, അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ കോളേജ് ലൈഫ് വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൈനൽ ഇയറും കൂടിയാണ്. കാരണം നമ്മുടെ ഒരു ലൈഫിലെ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്ന ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരിക്കും നമ്മുടെയൊക്കെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അതും ഫൈനൽ ഇയർ എത്തി ആ സാഹചര്യത്തിലാണ് ഒരു ആക്സിഡന്റിലേക്ക് വരുന്നത്. സോ ബിഫോർ ആക്സിഡന്റും സുജിത്തും ആഫ്റ്റർ ആക്സിഡന്റും ആൻഡ് അതിലേക്ക് എത്തിയതും കൂടി ഒരു ജേർണി പറയും. ബിഫോർ ആക്സിഡന്റ് സുജിത്തിന് ഒരു ധാരണ കിട്ടിയല്ലോ. ലിവിംഗ് ഓൺ ദി എഡ്ജ്, പിന്നെ പാടി ആനിമൽ, ഇനി ബോക്സർ ആയതുകൊണ്ട് അതിന്റെ ഒരു ഫിസിക്കാലിറ്റി, അതിന്റെ ഒരു റെസ്പെക്ട്, ബൈക്കർ ആയതുകൊണ്ട് അതിന്റെ ഒരു ക്രേസ്. സോ അഡ്രിലിൻ റഷ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ആ ജീവിതത്തിന്റെ ഇത്. ക്രാഷ് എങ്ങനെ നടന്നേ എന്ന് എനിക്കറിയില്ല, ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. സോ വാട്ട് ഹാപ്പൻ എന്നോട് പിന്നെ പറഞ്ഞിരിക്കും. ബിക്കോസ് ഞാൻ എണ്ണിക്കുന്ന ദിവസം, ദ ഫസ്റ്റ് ടൈം ഞാൻ കണ്ണ് തുറന്ന ദിവസം ഞാൻ കാണുന്നത് ഞാൻ ഹോസ്പിറ്റലിലാണ്. ആൻഡ് എൻ്റെ പേരൻസും എൻ്റെ ചേച്ചിമാരും അവർ ബാംഗ്ലൂരിലാണ്, അവർ ദുബായിലാണ്. അവരെൻ്റെ മുമ്പിൽ ഇരിക്കുക, എൻ്റെ മുമ്പിൽ നിൽക്കുക. ആൻഡ് ഐ എം ലൈക്ക് കൺഫ്യൂസ്ഡ്, ലൈക്ക് ഫസ്റ്റ് തോട്ട് ഓഫ് കൺഫ്യൂഷൻ. ആൻഡ് എൻ്റെ അച്ഛനും വന്ന് ചോദിക്കുന്നത്, നിനക്ക് നമ്മളെ അറിയോ, പിന്നെ എൻ്റെ അമ്മ വന്ന് ചോദിച്ചു നമ്മളെ കാണാൻ പറ്റുമോ. ഇതൊക്കെയായിരുന്നു ചോദ്യം. പിന്നെ ഞാൻ പാസ് ഔട്ടായി പോയി. പിന്നെ ഞാൻ ബാക്ക് സ്റ്റോറി അറിയുന്നത്, എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എൻ്റെ ക്രാഷ് ഗാർഡ്, വണ്ടിയുടെ ക്രാഷ് ഗാർഡ് ഒരു ട്രക്ക് ഇടിച്ചിട്ട് ഞാൻ ബാലൻസ് വിട്ടുപോയി. കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതോ? കൂടെ 2 ബൈക്സ് ഉണ്ടായിരുന്നു, ഐ മീൻ ഇൻക്ലൂഡിങ് മൈ ബൈക്ക്. പിന്നെ വേറൊരു ബൈക്ക് കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്രാഷ് ഗാർഡ് ഈ ട്രക്ക് ഇടിച്ചിട്ട് എൻ്റെ ബൈക്ക് ഔട്ട് ഓഫ് കൺട്രോളായി പോയിട്ട് ഞാനൊരു കടയുടെ ഭിത്തിയെ പോയി ഇടിച്ചിട്ട് ആ ഭിത്തി എൻ്റെ പുറത്ത് വന്ന് വീണേൻ്റെ ഡാമേജ് ആണ് എനിക്ക് നടന്നതെന്ന്. അപ്പോൾ ഇവർക്ക് പിന്നെ ഈ സൗണ്ട് കേട്ടിട്ട് മറ്റേ ബൈക്ക് തിരിച്ചു വന്നിട്ട് ഇവർ നമ്മളെ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ ആദ്യം സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ. അവിടെ കൊണ്ടുപോയപ്പോൾ എൻ്റെ ബാക്കിൽ ഇരുന്ന ആളെ ICUവിൽ കയറ്റിയിട്ട് അവർ ICU ഫുള്ളായി പോയി. അപ്പോൾ എന്നെ അവർ ലോബിയിൽ ഇട്ടു, സ്ട്രെച്ചറിൽ. ബിക്കോസ് എന്നെ വെളിയിൽ കാണാൻ വലിയ ഡാമേജസ് ഇല്ലായിരുന്നായിരുന്നു അവർക്ക് ഉദ്ദേശിച്ചത്. എൻ്റെ ഉള്ള ഡാമേജസ് എല്ലാം ഉള്ളിലായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഇന്റേണൽ. പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നെ ഫോർട്ടിസ് ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ ഡോക്ടേഴ്സ്മാർ കണ്ടു ഞാൻ ഭയങ്കര ഈ ലാസ്റ്റ് ബ്രത്ത് വലിക്കുന്ന പോലെ ഇത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്റേണലി ഭയങ്കര ഡാമേജ് ഉണ്ട്. സ്കാൻ എടുത്തപ്പോൾ മനസ്സിലായി എൻ്റെ ഒരു റിബ് ഒടിഞ്ഞിട്ട് എൻ്റെ ലങ്സിൽ കൊത്തി കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് മാത്രം അവർ ആദ്യം സ്റ്റേബിലൈസ് ചെയ്തിട്ടാണ് എൻ്റെ പേരൻസിനെ വിളിച്ചത്. സോ വാട്ട് ഹാപ്പൻഡ്, ഞാൻ കോമായി പോയി. ഐ വെൻറ്റ് ഇൻ ടു കോമ ആൻഡ് മൈ പേരൻസ് കെയിം. അവർ അടുത്ത ദിവസം രാവിലെ തന്നെ ഫ്ലൈറ്റ് എടുത്ത് ലാൻഡ് ചെയ്തിട്ട് എനിക്കൊരു 12 hours സർജറി, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എനിക്കൊരു 12 മണിക്കൂർ സർജറി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം എണ്ണിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഇവരെ കാണുന്നത്. സോ 4 ദിവസം ഞാൻ വെന്റിലേറ്ററിലും ഒക്കെ ആയിരുന്നു. ആൻഡ് ദെൻ 4th ഡേ ഞാൻ എണ്ണിക്കുമ്പോഴാണ് ഇവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കാണാൻ പറ്റുമോ, ഞങ്ങൾ ആരാന്ന് അറിയോ എന്നൊക്കെ പറയുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. പിന്നെ ലൈഫിലേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണ്? ഐ മീൻ അതിന്റെ ഇടയ്ക്ക് സോ മച്ച് ദാറ്റ് ഹാപ്പൻസ്, യുനോ, ബിക്കോസ് നമ്മള് മനസ്സിലാകുന്നില്ല നമ്മുടെ റിയാലിറ്റി മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു അക്സെപ്റ്റൻസ് ഒരു ലെവലുണ്ട്. ദർ ഇസ് അനദർ ലെവൽ ഓഫ് അക്സെപ്റ്റൻസ്. നമ്മൾ വെളിയിൽ നിന്ന് ആൾക്കാർ നമ്മളെ എങ്ങനെ കാണുന്നു. ബിക്കോസ് അത് എനിക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ പോലും ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് വാട്ട് ഹാപ്പൻ ടു യു, വാട്ട് ഹാപ്പൻ ടു യു എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ഒരു 10,000 ആൾക്കാർ വന്ന് പറയുമ്പോൾ നമുക്കും ഒരു ഡൗൺ ആവത്തില്ലേ. സോ പിന്നെ ബാലൻസ് ഇഷ്യൂസ്, ബിക്കോസ് ഞാൻ എന്തിനാ വീൽ ചെയറിൽ എൻ്റെ സെൻസേഷൻസ് തിരിച്ചു വരുമോ, ലൈക്ക് സോ മച്ച് ഡൗട്ട്സ്, കൺഫ്യൂഷൻസ് ഫാമിലിയിലും ആ ടോൾ ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ആ സമയത്ത് എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത് വാസ് മൈ ഫാമിലി. എൻ്റെ ചേച്ചിമാർ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ലൈക്ക് മൈ മോം ആൻഡ് ഓൾ ഇസ് ലൈക്ക് മൈ റോക്ക്, എൻ്റെ ഫൗണ്ടേഷൻ്റെ പില്ലർ എൻ്റെ അമ്മയാണ്. ഐ ടെൽ ദാറ്റ് എവറിവെയർ ബിക്കോസ് ഓഫ് ദാറ്റ് വുമൺ. എൻ്റെ ആ സമയത്ത് ഫ്രസ്ട്രേഷൻസും മനസ്സിലാക്കാനും എൻ്റെ സങ്കടവും മനസ്സിലാക്കാനും എനിക്ക് എൻകറേജ്മെൻറ്റ് തരാനും ഉള്ള ദാറ്റ് വൺ പേഴ്സൺ. ബിക്കോസ് ആ സമയത്ത് എൻ്റെ ഡാഡ് ആൻഡ് സിസ്റ്റേഴ്സ് ദുബായിലോട്ട് തിരിച്ചു വന്നു, ജോലി ഉണ്ടാണ്ട്. മമ്മി ആ സമയത്ത് റിട്ടയറാണ്. സോ ഷീ വാസ് മൈ സ്ട്രോങ് ഹോൾഡ്, മൈ സ്റ്റോൺ. പിന്നെ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ പിന്നെ വരുന്നതും നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം ഒന്ന് സ്റ്റേബിലൈസ് ആയി കഴിഞ്ഞിട്ട് ഓൾറെഡി ഇൻസിഡൻറ്റ് നടന്നു, കൺഫ്യൂഷനായി. സോ ഐ ഓൾവേസ് ടെൽ യു, എല്ലാം ഒരു വലിയ ഒരു ഇവൻറ്റിൽ കഴിഞ്ഞിട്ട് ദർ ഇസ് എ ഫ്യൂ സ്റ്റേജസ് ഓഫ് തിങ്സ്. വൺ ഇസ് ദി ഇൻസിഡൻറ്റ്, വൺ ഇസ് ദ കൺഫ്യൂഷൻ,
പിന്നെ വരുന്നത് ഡിനയൽ, ബിക്കോസ് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ ഡിനയൽ കഴിഞ്ഞിട്ട് വരുന്നതാണ് അഗ്രഷൻ. നമ്മളങ്ങ് ദേഷ്യപ്പെടും നമ്മുടെ സിറ്റുവേഷൻ, ബിക്കോസ് നോർമൽ ലൈഫിൽ നിന്ന് എല്ലാം അങ്ങ് മാറുമ്പോഴില്ലേ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരും ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ മനസ്സിലാവും. അതാണ് എൻ്റെ ഫേസ് വിച്ച് ഓഫ് പിക്കിംഗ് മൈസെൽഫ് വെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല ഇനി, ബിക്കോസ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ സിറ്റുവേഷനിൽ. കുറേ പേര് സിമ്പതി തരുന്ന അതെനിക്ക് വേണ്ട. ആൻഡ് ഐ നീഡ് മൈ ലൈഫ് ടു ബി ബെറ്റർ നോ. വാട്ട് ഡു ഐ ഡു? അങ്ങനെ എടുത്ത സെൽഫ് കോൺഫിഡൻസ് ഡിസിഷൻസ് വെച്ചിട്ടാണ് വൺ ബൈ വൺ ഞാൻ കേരളത്തിൽ ചെയ്തത്. ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ മാവേലിക്കരയിൽ ഒരു 3-4 മാസമായിട്ട് എവറി ഡേ ഗെറ്റിംഗ് അപ്പ്, രാവിലെ ടി വി കാണും, കിടക്കും. ലൈക്ക് ദർ നോ പേർപ്പസ്. എൻ്റെ പേർപ്പസ് ജീവിതത്തിൽ പോയതുപോലെ ആയിപ്പോയി. സോ എനിക്ക് ആ സമയത്തുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം വാസ് യൂട്യൂബ്. ബിക്കോസ് യൂട്യൂബ് അല്ല, ഐ ഹാഡ് ടൈം ടു റിഫ്ലെക്ട്. സമയം ഉണ്ടായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കൊന്ന് കാമായിട്ട് ചിന്തിക്കാൻ എൻ്റെ ജീവിതത്തെ പറ്റി. നീ ആരാ, നീ എന്തുമായിരുന്നു, ലൈക്ക് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഹൗ ആർ യു ആസ് എ ബ്രദർ, ഹൗ ആർ യു ആസ് എ സൺ, ഹൗ ആർ യു ആസ് എ ഫ്രണ്ട്, വാല്യൂ ഐ ആഡഡ്. അത് പിന്നെ ചെയ്തിട്ട് ഐ വാസ് തിങ്കിങ് വാട്ട് സുജിത്ത് എല്ലാവരും പറയുന്ന പോലെ ഐ കനോട്ട് ബി എ പേഴ്സൺ ഓൺലി ഇൻ എ വീൽ ചെയർ, വാട്ട് ഡു ഐ ഡു? അപ്പോൾ എനിക്കൊരു ആകെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ റൂമിൽ കിടക്കണം, എൻ്റെ മേളത്തെ ഫ്ലോറിൽ. പക്ഷെ അവിടെ ലിഫ്റ്റ് ഇല്ല, ആർക്കും എന്നെ പൊക്കാനും പറ്റത്തില്ല. സോ വാട്ട് ഐ ഡിഡ്, ആദ്യം ചോദിച്ചു വീട്ടിലോട്ട്, എല്ലാവരും പറഞ്ഞു സുജിത്ത് വേണ്ട, നീ താഴെ കിടക്കുക. എൻ്റെ വാശി വെച്ച്, ബിക്കോസ് ഐ വോണ്ട് ടു അച്ചീവ് മൈ ഗോൾ, ഞാൻ എൻ്റെ വീൽ ചെയർ വെച്ച് സ്റ്റെപ്സിൻ്റെ അവിടെ വരെ പോയിട്ട് എൻ്റെ ബോഡി പൊക്കിയിട്ട് സ്റ്റെപ്സിൽ ഒന്നൊന്നായി ഇരുന്നിട്ട് 18 സ്റ്റെപ്പ് ഞാൻ എൻ്റെ കൈ വെച്ച് ക്ലൈംബ് ചെയ്തിട്ട് ഫ്ലോറിൽ നിന്ന് ഒരു ദിവാൻ കോട്ടുണ്ട്, ആ ഒരു ദിവാൻ കോട്ടിൽ കയറിയിട്ട് എൻ്റെ ബെഡിലോട്ട് കയറി, എൻ്റെ വീൽ ചെയറിലോട്ട് കയറി, പിന്നെ ഞാൻ എൻ്റെ റൂമിൽ പോയി. ഈ 18 സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ അങ്ങ് ചത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട്, ബിക്കോസ് ആ സമയത്ത് ബോഡി ഇറ്റ്സ് ഓൾ വീക്ക്. പക്ഷെ അത് ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ മനസ്സിൽ ക്ലിക്കായി, യു ജസ്റ്റ് ഡിഡ് ദി ഇമ്പോസിബിൾ. എല്ലാവരും പറഞ്ഞു, ബിക്കോസ് ആരും ചിന്തിച്ചില്ല നിനക്ക് ഇങ്ങനെയും പോവാമെന്ന്. എല്ലാവരും ചിന്തിച്ചെന്തോ നടക്കാം, ഓർ സംബഡി ഹാസ് ടു ക്യാരി യു, ഓർ ലിഫ്റ്റ് പണിയണം. ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ ആകെ കണ്ടത് എൻ്റെ ലക്ഷ്യം. സോ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈ എവ്രിതിങ് ഇൻ മൈ ഹെഡ് ടേൺ ദാറ്റ് എല്ലാവരും പറയുന്നത് ഇമ്പോസിബിൾ അല്ല, നിൻ്റെ ഇനിയും ഇമ്പോസിബിൾ. സോ അവിടെ നിന്നായിരുന്നു മൈൻഡ് സെറ്റ് തുടങ്ങിയത്. ഓ, ആ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ആ ഒരു ആക്സിഡന്റ് ശേഷം അപ്പോൾ ഹോസ്പിറ്റലിലെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നോ, അല്ലെങ്കിൽ അതിന് ശേഷമാണോ വീട്ടിലേക്കൊക്കെ പോയത്? എന്തായിരുന്നു ഹോസ്പിറ്റലുകാരുടെ സൈഡിൽ നിന്ന്? ലൈക്ക് നമ്മളോട് ഹോസ്പിറ്റലുകാർ പറയും ഇപ്പം സർജറി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനുശേഷം കുറേ നാൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഹോസ്പിറ്റലായിരുന്നു, അതോ തിരിച്ച് അവർ തന്നെ പറഞ്ഞോ? ഐ വാസ് ഒരു മാസം ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു, ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ. 2 മാസം CMC വെല്ലൂരിലുണ്ടായിരുന്നു. CMC വെല്ലൂരാണ് റീഹാബിലിറ്റേഷൻ ഒക്കെ ചെയ്യിപ്പിക്കാൻ പഠിച്ചത്. ആൻഡ് പിന്നെയാണ് മാവേലിക്കര വന്നത്. ഓക്കെ. അപ്പം ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം അത്രയും സ്റ്റെപ്പ് കയറി ആരും ചെയ്യരുത്, പറ്റില്ല എന്ന് പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവരും അത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യം ഈ പറഞ്ഞ നമ്മുടെ ഒരു ധൈര്യമാണ്, ഒരു വിശ്വാസം, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളത് ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ കിട്ടണം നമുക്കുള്ളൊരു ആത്മവിശ്വാസം ഭയങ്കര കൂടുതലായിരിക്കും, ഇല്ലേ? ശരിക്കും പറഞ്ഞാല് ഈഗോ എന്ന് പറയുന്ന സംഭവമില്ലേ, അത് നല്ല സംഭവം. നമുക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയുവാണെങ്കിൽ. എൻ്റെ ഈഗോ എന്ന് വന്നത് പറഞ്ഞാൽ, ഞാൻ ഒരു സമയത്ത് ബാംഗ്ലൂരിൽ ഞാൻ 100% കേപ്പബിൾ ആയപ്പോൾ ഞാൻ ഒരു രീതിയിലായിരുന്നു വേൾഡ് കണ്ടത്, എന്നെ ഒരു രീതിയിലായിരുന്നു വേൾഡ് കണ്ടത്. ഇതിപ്പോൾ നടന്നുകൊണ്ട് എൻ്റെ എല്ലാം എക്സിസ്റ്റൻസ്, ഞാൻ ഇന്നുവരെ ചെയ്ത എല്ലാം മറന്നതുപോലെ, ലൈക്ക് ആസ് ഇഫ് ഐ എം നത്തിങ്. അവിടെ ആയിരുന്നു എൻ്റെ ഈഗോ പ്ലേ ചെയ്തത്. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് മൈസെൽഫ്, നീ നത്തിങ് അല്ല, നിനക്ക് അതിനുള്ള പവർ ഉണ്ട്. നീ ആൾക്കാർ ഇന്ന് ഇത് സംഭവിച്ചുകൊണ്ട് നിന്നെ ഇപ്പം താഴ്ത്തിയാക്കില്ല. അപ്പോൾ പണ്ട് എന്തുമായിരുന്നു, പണ്ട് നിനക്ക് ഉണ്ടായപ്പോൾ. സോ ഇറ്റ് ഈസ് നോട്ട് ദ ബോഡി, ഇറ്റ് ഈസ് ദ മൈൻഡ്. നിന്റെ പേഴ്സണാലിറ്റി ആയിരുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു നിന്നെ നീ ആക്കിയത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാലിഡേറ്റഡ് വൺസ് അഗൈൻ. ഓക്കെ. ഇനി നമുക്ക് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞ സുജിത്തായിട്ട് സംസാരിച്ച് നമ്മൾ ഓൾറെഡി സുജിത്തായിട്ട് ഒരു എനിക്ക് തോന്നും ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 1.5 hour സംസാരിച്ചു. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ സത്യം പുറത്തു പറയാൻ പറ്റില്ല. ആൻഡ് സുജിത്ത് റിയലി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഞാൻ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, അല്ല എൻ്റെ ലൈഫിനെ എന്തിലും പോസിറ്റീവ് കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പോസിറ്റീവുള്ള ആൾക്കാരുടെ ഒരു ഓരാന്ന് പറയില്ല, ഒരു പോസിറ്റീവ് കണക്ഷൻ കിട്ടില്ല. എനിക്ക് ആ ഒരു കണക്ഷൻ നമ്മൾ സംസാരിച്ചപ്പോഴും എനിക്ക് കിട്ടി. അപ്പൊ ഈ ഷോയുടെ പേര് എന്തുവാ? ഷോയുടെ പേരെന്താ? ചോദ്യം നമ്പർ 1, സുലൈമാനി വിത്ത് വിൽസി. ഞാൻ വിസ്കി എന്ന് പറയാൻ പോയിരുന്നു. അത് എന്നെ ഇടയ്ക്ക് എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഷോയില് സാധാരണ ഞാൻ ഗസ്റ്റിന് 2 സുലൈമാനിയാണ് കൊടുക്കും, ഒന്ന് എനിക്കും ഒന്ന് ഗസ്റ്റിനും. ഇന്ന് ഞാനത് മാറ്റിയിരിക്കുകയാണ്, സുജിത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബ്ലാക്ക് കോഫിയും ഒരു സുലൈന. വൈ? ബിക്കോസ് സുജിത്ത് എന്ന് പറയുന്നത്
ഒരു ടീ ലവർ അല്ല, കോഫി ലവർ ആണ്. അതുകൊണ്ട് ഞാൻ സുജിതനായിട്ട് സ്പെഷ്യൽ ആയിട്ട് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അത് കുടിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണല്ലേ? ഞാൻ കണ്ടായിരുന്നു. അതായത് ഇട്ടപ്പോ എന്ത് പ്രൊഫഷണലിസം അല്ല, കേട്ടോ. നമ്മൾ മേടിച്ചതാണെങ്കിൽ അത് ഒഴിച്ച് ഞാൻ പറഞ്ഞു സുജിത്, നമ്മളിപ്പോ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചാലും എങ്ങനെയാണെങ്കിലും അത് സെർവ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഓക്കെ, എനിവേസ്, അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ആക്സിഡന്റിന് ശേഷം ആ ഒരു സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തിരിച്ചെങ്ങനെയാണ് ദുബായിലേക്ക് വന്നത്? എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി കേൾക്കുന്ന ആൾക്കാരോടും കൂടി പറയാണ് കേട്ടോ. സുജിത്ത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത്രയും ഒരു ഇൻ്റർവ്യൂ മലയാളത്തിൽ സംസാരിക്കുന്നത്. കറക്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും അത്ര ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിച്ചില്ല. അപ്പം ഞാൻ ശരിക്കും നന്നിട്ട് മലയാളം സംസാരിക്കാൻ അറിയാമല്ലോ എന്ന്. സുജിത്ത് മാവേലിക്കരയിലാണ് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് തന്നെ ലാംഗ്വേജിന് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സുജിത്തിനൊരു കാര്യം അറിയോ? സുജിത്ത് മാവേലിക്കരയിലാണെന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ കേരളത്തിലെ ഞങ്ങൾ കോട്ടയംകാർ പറയും ഏറ്റവും നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന, ശുദ്ധ ഭാഷ സംസാരിക്കുന്ന കോട്ടയംകാരാണെന്ന്. പക്ഷെ പഠനങ്ങൾ റീസെന്റ് തെളിയിച്ചത് മാവേലിക്കരയിലെ ഓണാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ആൾക്കാർ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത്. അതുകൊണ്ട് സുജിത്തിന് ഇവിടെ നിന്ന് നന്നിട്ട് മലയാളം സംസാരിച്ചിട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ജേണി നമുക്ക് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ദുബായിലേക്ക് നാട്ടിൽ, ഇപ്പം എനിക്കറിയാം നാട്ടിലാകുമ്പോഴത്തേക്കും നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്നത് ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. എനിക്കത് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ നാട്ടിൽ പോണ സമയത്ത് ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പം എങ്ങനെയായിരുന്നു സുജിത്ത് ആൾക്കാരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു ആഫ്റ്റർ ആ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം? കസിൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഇത് എല്ലാവരും കേൾക്കുന്നത്, ഐ വോണ്ട് യു ടു റിയലി ലിസൺ ടു ദിസ് ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഫീൽ എനിക്കിത് സംഭവിച്ചിട്ട് ഇത് ഞാൻ നാട്ടിൽ മാവലിക്കര വരുന്ന സമയത്ത് ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പപ്പായും ചേച്ചിമാരും ഇവിടെ ഇത്. അപ്പോൾ എന്നെ കാണാൻ ഒരു 10,000 ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്കറിയുന്ന ആൾക്കാരും എനിക്കറിയാത്ത ആൾക്കാരും. ചിലപ്പോൾ എൻ്റെ പേരൻസിൻ്റെ റിലേറ്റീവ്സ് ആരാണ്ടോ, നമ്മളെ ഒരു ഫാമിലി കണക്ഷൻ വെച്ച് ആരാണ്ടോ. ഇത് 99% എനിക്ക് ഒരു 90% അറ്റ്ലീസ്റ്റ് വന്നത് എനിക്ക് സിമ്പതി തന്നുണ്ടാകും. ലൈക്ക് വരുമ്പോൾ നമ്മളിരിക്കും, അയ്യോ മോനെ സെയിം സ്റ്റോറി, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു എനിക്ക് കാല് ഫീൽ ആവത്തില്ല. കാല് ഫീൽ ആവുമ്പോൾ പെട്ടെന്ന് കാല് വന്ന് തൊടും, ഇത് ഞങ്ങൾ തൊട്ടറിയത്തില്ലേ? അല്ലെങ്കിൽ അവർ ഇതാണ് വൺ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ഫസ്റ്റ് തിങ് ഐ എം ടെലിംഗ് ദം ഐ കനോട്ട് ഫീൽ മൈ ലെഗ്സ്. എൻ്റെ ഫസ്റ്റ് വരുന്ന ഒരാളുടെ വന്ന് കാല് തൊടുവന്നു ഒരാൾ അത് പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി ഇൻസെൻസിറ്റീവ്. വാട്ട് വൺ പേഴ്സൺ ജസ്റ്റ് വെൻ ത്രൂ. ഇത് ആൾക്കാർക്ക് അവർക്ക് ആ ഒരു, എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് അവർ തെറ്റല്ല, ബട്ട് ദേ ആർ നോട്ട് അവെയർ. അവർക്ക് അറിയത്തില്ല. അതാണ് ഐ തിങ്ക് ഈ കേരളയുടെ 90% ഓഫ് ദ പീപ്പിൾസ് പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം, അവർ പറയും അമ്മാമോ സുജിത്തിന് ഇത്ര പറ്റുള്ളൂ. എനിക്കറിയാം ഒരുത്തവൻ വേറെ അവിടെ ഉണ്ട്, അവൻക്ക് ബാക്ക് ആക്സിഡന്റ് ആയിട്ട് അവൻ്റെ ഇത് സംതിങ് ആയി വേഴ്സ് ദാൻ മീ. ഐ എം ലൈക്ക്, അപ്പോൾ ഒരാളോട് ഞാൻ ഇത് കേട്ട്, അപ്പോൾ എനിക്ക് ഫസ്റ്റ് ബിഗിനിങ് ആകുമ്പോൾ ഐ വാസ് നോട്ട് പ്രോസസ്സിങ് ഇറ്റ് കറക്റ്റ്ലി. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞങ്ങൾ ഹോളി ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ആൻറ്റിമാരുണ്ട്, ഒരു റാൻഡം ഫാമിലി ഫ്രണ്ടോ ആരാണ്ട് വന്നിട്ട് പുള്ളി പറയോ, അമ്മമ്മ എനിക്കറിയാം വേറെ ഒരു പയ്യൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങളെ അവിടെ നിർത്ത്. ഒരാളുടെ കഥ പറയുവാണെങ്കിൽ ഇവിടെ ഇനി അത് പറയേണ്ട, ഐ എം ഡൺ വിത്ത് ഇറ്റ്. ബിക്കോസ് പുള്ളി ഹൂ ഹാഡ് എന്നെക്കാട്ടിലും മോശമുള്ള ആൾ എന്നോട് കഥ പറയും, എന്നെക്കാട്ടിലും ചിലപ്പം ലെസ്സർ ഇഞ്ചുറി ആയ ആളുടെ എൻ്റെ കഥ പോയി പുള്ളി പറയും. യു അണ്ടർസ്റ്റാൻഡ്? സോ ദീസ് ആർ ദ റോങ് തിങ്സ് ഐ ഫെൽറ്റ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കുറേ സിമ്പത്തീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിൽസി ഈ ഒരു ഫേസിലാണ് എൻ്റെ ഒരു അഗ്രഷനും ബിൽഡ് ആയത്. ലൈക്ക് ഐ വാസ് ലൈക്ക്, ഇത് എന്തോടെ നടക്കുന്ന ജീവിതം ഇങ്ങനെയാണോ? ലൈക്ക് എനിക്കാകെ 21 വയസ്സേ ഉള്ളൂ. ഐ എം സീയിങ് ഓൺലി സിമ്പത്തി, സാഡ്നെസ്, ദുഃഖ കഥ. ഐ എം ലൈക്ക്, യുനോ, ഇവിടെയാണ് എൻ്റെ ഒരു ബിൽഡായത്. പിന്നെ ഒരു 2-3 years കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഭയങ്കര നെഗറ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഫ്രം എൻ ആയുർവേദിക് വൈദ്യൻ. ആ പുള്ളി നാട്ടിലാണ് സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ വരൂലേ, റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു വൈദ്യൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാര്യം അങ്ങ് പുള്ളി ക്ലോസ് ആക്കിയില്ല എന്നേ ഉള്ളൂ. പുള്ളിയുടെ ചികിത്സ വെച്ച് എന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞൊക്കെ ഗ്യാരണ്ടി ആയിരുന്നു. 3 മാസം പുള്ളിയുടെ ചികിത്സ ചെയ്തു. പുള്ളിയുടെ വൂൺസ് പുള്ളി ഉണ്ടാക്കിയ ഡാമേജ് ഫിക്സ് ആക്കാൻ വേണ്ടി മാത്രം എനിക്ക് 21 സർജറി ചെയ്യേണ്ടി വന്നു. ആ നാട്ടിലത്തെ 3 മാസം ചെയ്ത പുള്ളിയുടെ ചെയ്ത ഡാമേജ് മാത്രം ഫിക്സ് ആക്കാൻ 21-22 സർജറി. എൻ്റെ ലാസ്റ്റ് സർജറി കഴിഞ്ഞ 2019 പുള്ളി ഉണ്ടാക്കിയ ഡാമേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ അതൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിരുന്നോ? 3 months ചെയ്തു. ഇനി 4ാമത്തെ മാസമാണ് ഞാൻ പോലും ഇല്ല. ആ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ ശരിക്കും പറഞ്ഞാൽ? പുള്ളി ഉണ്ടാക്കിയ ഡാമേജ് ആണ് എനിക്ക് 21 സർജറീസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 2015 അപ്പോൾ കുറെ സർജറീസ് 2014-15 ചെയ്തു. പിന്നെ 2015 എൻ്റെ ഫാദർ പിന്നെ ഒരു സ്പെഷ്യൽ വിസ വെച്ച് ഞങ്ങളെ തിരിച്ച് ദുബായിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് അപ്പോൾ എത്ര വർഷം നാട്ടിലുണ്ടായിരുന്നു?
So 2013 to 2015 ആയിരുന്നു ആക്സിഡന്റ് നടന്നത് 2013 അതെ 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 മാർച്ച് 31st 2013 ആൻഡ് 2013 till 15 മെയ് ജൂൺ വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. പിന്നെയാണ് ദുബായ് വന്നത്. ദുബായ് വന്നപ്പോൾ പിന്നെ ചേച്ചിമാരുണ്ട്, പേരൻസ് ഉണ്ട്. ഐ മീൻ രണ്ടുപേരെ ബോത്ത് ആർ ഹിയർ. ദുബായ് ഇസ് യു നോ ലൈക്ക് ഹോം. സോ അവിടെ നിന്നാണ് ഒരു ഹീലിംഗ് പ്രോസസ് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പം തിരിച്ച് ദുബായിലേക്ക് വന്നതിന് ശേഷമാണോ നമ്മൾക്ക് ഇന്ന് കാണുന്ന സുജിത്തിലേക്ക്? ഓക്കെ, ഞാനിപ്പോൾ എവിടുന്ന് തുടങ്ങണം? അപ്പം ഒരാൾക്ക് എനിക്ക് ഒരു കാര്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എവിടുന്ന് തുടങ്ങണം? ഇവിടെ അതായത് മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്നറിയാം, ജിം പേഴ്സണൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിലേക്കൊക്കെ വന്നത്? ദുബായിൽ വന്നതിന് ശേഷം ഒരു പോയിന്റിലാണോ തോന്നിയത് ജിമ്മിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ജിമ്മിലേക്ക് പോകാവുന്ന ഒരു എങ്ങനെയാണ് ആ ഒരു ഫിറ്റ്നസ് ജേർണി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ സ്റ്റാർട്ടിംഗ് ഫൗണ്ടേഷൻ ഓഫ് സ്റ്റെപ്സ് ക്ലൈംബിംഗ്. അവിടെ നിന്നാണ് വേറെ ഡിസൈഡഡ് ഇൻ മൈ ലൈഫ്, ഇനിയും എന്നോട് ഒരാൾ നോ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിരിക്കും. അവിടെ നിന്ന് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്ന് ദുബായിൽ വന്നപ്പോൾ എവറിത്തിങ് നല്ലതായിരുന്നു, ഫുഡ് നൈസ്, എവറിത്തിങ് വാസ് ഗോയിങ് ഗുഡ്. പക്ഷെ ഐം ലൈക്ക് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഐ എം സ്റ്റിൽ അറ്റ് ഹോം എവറി ഡേ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ പവർ അന്ന്, എൻ്റെ അറ്റ്ലീസ്റ്റ് സ്ട്രെങ്ത് വാസ് വെർ മൈ മെന്റൽ സ്ട്രെങ്ത് വാസ് ഇൻ മൈ ഫിസിക്കാലിറ്റി. ഞാൻ ബോക്സിങ്ങിന്റെ സമയത്തായപ്പോൾ ഐം ലൈക്ക് എനിക്ക് ജിമ്മ് ചെയ്യണം. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ചെയ്യണോ? ഐം ലൈക്ക് യെസ്. നിനക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പം ഞാൻ ഇടയ്ക്ക് വെക്കേഷന് വരുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഒരു ജിമ്മുണ്ട്, അവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വിൽ സി ബിലീവ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജിമ്മ് വെച്ച് അവിടെ നിന്ന് തുടങ്ങാം, അവിടെ നിന്ന് നോക്കാം. എല്ലാ ദിവസവും 4 മണിക്ക് എൻ്റെ അമ്മ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എന്നെ താഴെ റാമ്പൊക്കെ ഇറക്കി അടുത്ത ബിൽഡിംഗ് റോഡ് ക്രോസ് ചെയ്തിട്ട് എന്നെ ട്രെയിനറുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മ തിരിച്ചു വരുന്നത്. എന്നിട്ട് 1 hour ഓഫ് വർക്കിംഗ് ഔട്ട് കഴിഞ്ഞിട്ട്, അപ്പോൾ ട്രെയിനർ എൻ്റെ കൂടെ ഉണ്ട് ഫുൾ ടൈം 1 hour ട്രെയിനിങ് കഴിഞ്ഞിട്ട് അമ്മ വന്ന് തിരിച്ച് കളക്ട് ചെയ്യും. സോ എൻ്റെ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ജിമ്മിലായിരുന്നു. വെൻ ഐ ലിഫ്റ്റഡ് വെയ്റ്റ്സ്, ഐ ഫെൽറ്റ് ദിസ് ഈസ് എ പ്ലേസ് ഓഫ് ഇക്വാലിറ്റി. ഫോർ മീ ഐ ഫെൽറ്റ് സ്ട്രോങ്ങർ. ഇച്ചിരി 3 മാസം ഐ വാസ് ദെയർ എവറി ഡേ. ജിം എനിക്കൊരു റിലിജനായി മാറി. എല്ലാ ദിവസവും 4 to 6 ഐ വാസ് ദെയർ. ഐ വാസ് ഈറ്റിംഗും ഗുഡ്. വാട്ട് ഹാപ്പൻ? സഡൻലി സ്കിന്നി ബോഡി ബിക്കേം bulked. It became stronger. When I became physically stronger, mentally also I developed that confidence. And the confidence, like 3 മാസം when I did religiously, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 100 കിലോ ബെഞ്ച് പ്രസ് ചെയ്തത് ആ സമയത്ത്. ബിക്കോസ് ഐ വാസ് കൺസിസ്റ്റന്റ്. ലൈക്ക് എനിക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ only one thing I had to look forward to was gym. ഞാൻ ജോലി ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, വേറെ ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ദെൻ ദാറ്റ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയ ലെവൽ എന്ന് പറയുന്നത് അമ്മ എല്ലാ ദിവസവും എടുത്തും വിടുവല്ലായിരുന്നു. ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ വേണ്ട, I think I can cross the road, I can climb up the ramp and I will come. Like ഇത്ര ബേബി സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. Mom said okay. So after the gym I used to start it. അവിടുന്ന് my elder sister message അയച്ചു Virgin Radio Chris Fade ഷോയിലോട്ട്, saying Chris Fadeലോട്ട് my brother had all this and he's still working out. അങ്ങനെ Chris Fade ഷോയിൽ കയറി. അവിടുന്ന് പുള്ളി എന്നെ എൻ്റെ ഫസ്റ്റ് മോട്ടിവേഷണൽ ടോക്കിന് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഡൂഡ്, ഞാൻ ഇന്നുവരെ ആരോടും സംസാരിച്ചിട്ടില്ല, എന്തോ പറയുന്നത് ഒന്നുമില്ല, ഒരു 400 to 500 പീപ്പിൾ അതെ, നീ നിന്റെ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്ത് മതി. സോ 45 minutes ഐ സ്പോക്ക് അന്ന് എൻ്റെ ജീവിതത്തിൽ ഫോർ ദ ഫസ്റ്റ് ടൈം. പീപ്പിൾ വാസ് ക്രൈങ്. ഇറ്റ് വാസ് എ വെരി ഇമോഷണൽ മൂമെന്റ്, ബട്ട് ഇറ്റ് വാസ് എ വെരി എംപവറിംഗ് മൂമെന്റ്. അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് TEDx കിട്ടിയത്. അപ്പോൾ എൻ്റെ സോ ഐ മീൻ ഇന്ന് ഞാൻ ഐ എം എ 5-time TEDx സ്പീക്കർ. I've spoken to more than 50,000-60,000 people in corporates and schools and everywhere else. ഞാൻ ഓൺലൈനിൽ പോലും I've given speeches. So journey just took off. ഒരു ഫസ്റ്റ് ലെവൽ തുടങ്ങിയത് എൻ്റെ ആ കോൺഫിഡൻസ്. ഞാൻ ഒരു ഡിസിഷൻ എടുത്തു, ലെറ്റ് മീ ഗോ ടു ദ ജിം. ആ സമയത്ത് ഇറ്റ് ഈസ് ക്രേസി ഞാൻ പറയുന്ന കാരണം, ബിക്കോസ് ആൾക്കാർ വിചാരിക്കലോ ജിമ്മിൽ പോയേണ്ടതല്ല. ആ സമയത്ത് ഒരു ചെറുക്കൻ വീൽ ചെയർ, എനിക്ക് ബാലൻസ് പോലും ഇല്ലാത്ത സമയത്ത് ഒരു ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി റിസ്കി തിങ്. എനിക്ക് വീണാൽ ഐ ക്യാൻ പ്രോബബ്ലി, ഞാൻ വീണിട്ടുണ്ട്, ജിമ്മിൽ വീണിട്ടുണ്ട്, എൻ്റെ തല ഇടിച്ചിട്ടുണ്ട്, ഞാൻ ഫ്രണ്ടിലോട്ട് വീണിട്ടുണ്ട് ബാലൻസ് കിട്ടാതെ. ഞാൻ നിർത്തിയിട്ടില്ല. ഐ വെന്റ് ബാക്ക് എവറി സിംഗിൾ ടൈം. ഐ കുഡ് ഹാവ് സെഡ് എപ്പോൾ വേണമെങ്കിൽ എനിക്ക് റീസൺ ഇടാം, വീൽ ചെയറിലായതുകൊണ്ട് പോകുന്നില്ല, ഇന്ന് ടയർഡാ, ബാക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ വീണു ജിമ്മിൽ, അയ്യോ ഇനിയും വല്ല സംഭവിച്ച, ഏത് റീസൺ വേണമെങ്കിലും ഐ കുഡ് ഹാവ് ഗിവൻ യു. പക്ഷേ നോ, ഐ ഫെൽറ്റ് ജിം ഇസ് ദ പ്ലേസ് എൻ്റെ മൈൻഡ് വിൽ ബിക്കം ബെറ്റർ. You know what I mean? Because ഈ വേൾഡിൽ what is the problem? ഞാൻ അണ്ടർസ്റ്റാൻഡ്, എൻ്റെ ചെറുപ്പത്തിൽ ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. കുറേ പേര് നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ വാലിഡേറ്റ് ചെയ്യാൻ പറയും. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിൽസി, നീ ആരല്ല എന്ന്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് ഹു ആർ ദേ. അവരുടെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, അന്ന് ഞാൻ സ്റ്റെപ്സ് ക്ലൈം ചെയ്യുന്ന പറയുമ്പോൾ 100% ആൾക്കാർ എല്ലാവരും പറഞ്ഞുള്ളൂ നിനക്ക് പറ്റത്തില്ല എന്ന്. ബിക്കോസ് അവരുടെ മനസ്സ് വാസ് ലിമിറ്റഡ് ടു ഓൺലി ദാറ്റ് മച്ച്. എൻ്റെ മനസ്സ് വാസ് പുഷ്ഡ് ടു തിങ്ക് ബിയോണ്ട് ദാറ്റ് 100% ഓഫ് ദിയേഴ്സ്. അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞു, നീ ചിന്തിക്കുന്ന സ്ഥലത്ത് നിർത്തിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നത്. നോട്ട് ടു ഡു കോമഡി ഇൻ ദിസ്, ബട്ട് ലൈക്ക് ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്. ഐ എം ലൈക്ക് നോ, ഐ ഹാവ് ടു തിങ്ക് അബൌട്ട്
ലൈക്ക് ഹൗ എൽസ് കൻ ഐ ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ സോ ആ സമയത്ത് ഞാൻ ഒരു വീണാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബോൺ ബ്രേക്ക് ചെയ്താൽ ഞാൻ അറിയത്ത് പോലും ഇല്ല. ആ സമയത്താണ് ഞാൻ ജിമ്മിലോട്ട് പോകുന്നത്. സോ ദാറ്റ് വാസ് മൈ ഫൗണ്ടേഷൻ യാർ. പിന്നെ ഫ്രം ദെയർ ഐ ബിക്കേം എ സ്പീക്കർ ആയപ്പോൾ മൈ പേർപ്പസ് ഇൻ ലൈഫ് മാറിയത് ബിക്കോസ് ഞാൻ ഒരു സ്റ്റോറി, എൻ്റെ സ്റ്റോറി ഓഫ് എംപവർമെൻറ്റ് പറയുമ്പോൾ കുറേ പേരുണ്ട് അവരുടെ സ്റ്റോറി ചിലപ്പോൾ മേ ബി സംതിങ് എൽസ്, മേ ബി റിലേഷൻഷിപ്പ്, സ്പൗസസ്, മേ ബി ജോലി, മേ ബി സെൽഫ് ആങ്സൈറ്റി, മേ ബി ഡിപ്രഷൻ, മേ ബി സെൽഫ് ജഡ്ജ്മെൻറ്റ്. ഇവർ കേൾക്കുമ്പോൾ ഇവർക്ക് ഇത്ര സംഭവിച്ചിട്ട് ഇവൻ ഇത്ര പോസിറ്റീവ് ആകുമ്പോൾ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എന്തോ ഉള്ളത് ഒന്നുമില്ല. യു നോ വാട്ട് ഐ മീൻ റൈറ്റ്? സോ വെൻ ഐ സോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഒരിക്കലും ഞാൻ ഇങ്ങനെ സ്പീക്കിങ്ങുമായിട്ട് നടക്കുമ്പോൾ ഐ വാസ് സ്പീക്കിംഗ് ഇൻ സ്കൂൾസ്, കോർപ്പറേറ്റ്സിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ വൺ ഡേ എൻ്റെ അച്ഛനോ അമ്മയോടും ഞാൻ പറഞ്ഞു എനിക്ക് ദേറ സിറ്റി സെൻറ്റർ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം, എൻ്റെ ഫ്രണ്ട് വന്ന് കാണുന്നുണ്ട് എന്നെ. അപ്പോൾ ദേറ സിറ്റി സെൻറ്ററിലെ രണ്ടാമത്തെ ലെവലിലോ പാർക്കിങ്ങിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ വീൽ ചെയർ വന്നിട്ട് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. അവരപ്പോൾ വണ്ടി കയറാൻ പോവാ. ഒരു സ്ത്രീയും ഒരു ഭർത്താവും ലിറ്റിൽ ഓൾഡർ ടു മീ ദാറ്റ് ടൈം. അവർ വന്നിട്ട് സുജിത്ത് അല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ലൈക്ക് യാ. അപ്പോൾ ആ സമയത്ത് 2-3 നമ്മുടെ ഇൻ്റർവ്യൂസ് ടി വിയിലൊക്കെ വരാൻ വന്നായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റി കണ്ടായിരുന്നു എന്ന്. നമ്മൾ ലൈക്ക് ഓക്കെ നൈസ്. പുള്ളിക്കാരി ഒരു 2 minutes സംസാരിച്ച് കഴിഞ്ഞിട്ട് ഷീ സ്റ്റാർട്ടഡ് ക്രൈങ് ഇൻ എ പാർക്കിംഗ് ലോട്ട്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് അറ്റ് ദ ഏജ് ഓഫ് 24 or 25 എ ഗ്രോൺ വുമൺ ഇസ് ക്രൈങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ ലൈക്ക് ഇവർ പുള്ളിക്കാരി എന്താ കരയുന്നതെന്ന്. പുള്ളിക്കാരി പറയുക എൻ്റെ നെഫ്യൂ ഉണ്ട്, പുള്ളിക്കാരിയുടെ നെഫ്യൂ സം അതർ കൺട്രി, അവൻക്കും ഇങ്ങനെ എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ട് വീൽ ചെയറിലാണ്. ആ പുള്ളിക്കാരി എൻ്റെ വീഡിയോസ് അവൻക്ക് അയച്ചു കൊടുക്കുന്നത് ഹോപ്പിന് വേണ്ടി. യു നോ വെൻ ഐ ഹേർഡ് ദാറ്റ് I was like, damn. So I mean, you know, there is so much more purpose. Like nee cheda, like I was forced to do it, but because I did it, it's affecting somebody. I didn't even know. So you know, other than pinne end fire. I mean, അല്ല അതെന്താ പറയുക, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കാണാറുണ്ട്. ടു ബി ഓണസ്റ്റ്, ഞാൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ പറയുന്നത്, അതായത് ഞാനൊന്ന് ഡൗൺ ആകുമ്പോഴോ ഞാൻ ഡെസ്പൗൺ, ഞാൻ ഒരിക്കലും ഒരു മോട്ടിവേഷൻ പറയുന്ന ആളെ ഫോളോ ചെയ്യാറില്ല. ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസർ ഉണ്ട്. പക്ഷേ സുജിത്തില്ലേ, ശരിക്കും പറഞ്ഞാൽ സുജിത്തിൻ്റെ ലൈഫ് കൊണ്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് സുഖമായിട്ട് ഈ ചെയറിൽ ഇരുന്നിട്ട് എനിക്ക് മോട്ടിവേഷൻ പറയാം, എനിക്ക് ആൾക്കാരോട് മോട്ടിവേഷൻ പറയാം, ഒരു പ്രശ്നമില്ല, എനിക്ക് പറയാം. പക്ഷേങ്കിൽ എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ സുജിത്ത് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാന്ന് പറയുമ്പോൾ സുജിത്ത് ലൈഫാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പം ഇപ്പോൾ ഈ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ആൾക്കാർക്കും ഭയങ്കര പ്രചോദനമാണ്. ഓക്കെ, അതൊരു സംതിങ് കയറ്റും. കാരണം നമ്മൾ നോക്കുമ്പോൾ ഓക്കെ എടാ അവരുടെ ലൈഫിൽ നിന്നാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. സോ അതായിരിക്കാം മേ ബി ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. because I am very grateful that എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കറിയില്ല, I practice gratitude എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നന്ദി ദൈവമേ for giving me another day. ലൈക്ക് ഞാൻ പറയാം, ലൈക്ക് ഞാൻ ഇവിടെ ഉണ്ടാവേണ്ടതല്ല. ലൈക്ക് എൻ്റെ ഇഞ്ചുറീസ് ഒക്കെ കേട്ടാൽ എനിക്ക് 18 ഫ്രാക്ചറാണ് തലയിൽ നടന്നത്, 3 റിബ്സ് ഒടിഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ മാക്സിലറി ഫ്രാക്ചേഴ്സ്. ഡോക്ടർ പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന്, ഇവൻ്റെ കണ്ണ് ഡിപ്രസ്ഡ് ആയതാണ്. എൻ്റെ ഈ കണ്ണ് ഡിപ്രസ്ഡ് ആയിട്ട് ഇനി കാഴ്ച കാണത്തില്ല റൈറ്റ് കണ്ണിന്ന്, ഇവൻക്ക് മെമ്മറി കാണത്തില്ല ലോങ് ടേമിന്, ആൻഡ് ഇവൻക്ക് നടക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അന്നത്തെ 2 കാര്യം തെറ്റായി വന്നിട്ടുണ്ട്. ബട്ട് ഇമാജിൻ എനിത്തിങ്, 18 ഫ്രാക്ചറായി കഴിഞ്ഞിട്ടും ഐ എം സ്റ്റിൽ, എൻ്റെ ബികോം പോലും പാസ്സായി കഴിഞ്ഞിട്ട് ഈ എക്സാം കഴിഞ്ഞിട്ടൊക്കെയാണ്. സോ എനിവേ യു നോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം അലൈവ്. അപ്പോൾ ഇത് ആൾക്കാർ, പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി എന്തുണ്ട്, യു ഹാവ് സോ മച്ച്, പക്ഷേ യു ആർ നോട്ട് ടേക്കിംഗ്, യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ എനിക്ക് അത്രയില്ല, എനിക്ക് ഇത്രയില്ല, അതൊക്കെ പോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ നമ്മുടെ കയ്യിൽ ആക്ച്വലി എത്ര ഉണ്ടായിരുന്നു എന്ന്. യുനോ, സോ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് സംതിങ് ഞാൻ എവറി ഡേ I practice. Gratitude for everything. Thank you for the water I'm drinking. Thank you for the air I breathe. Thank you for the clothes I wear. Thank you for the house I can afford. You know, whatever house it is, whatever car it is, whatever it is. Like, thank you, I have this. Because there are people, ഇതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. So when you have it, ആ gratitude level ഇരിക്കുമ്പോഴില്ലേ, your heart is just filled. അല്ലെങ്കിൽ not like always like, I don't have this, they don't have this. So എൻ്റെ ലൈഫിൽ I felt my purpose was like, I want to inspire people because ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വെളിയിൽ, so good looking people, so capable people, very nice people, പക്ഷെ അവർക്ക് കോൺഫിഡൻസ് ഇല്ല, or they don't know what to do. അപ്പം ഞാൻ എൻ്റെ ഈ സ്പീച്ചസിലും I want to share my story as much as I can. അപ്പോൾ ആൾക്കാർ അറിയണം that എൻ്റെ തിങ്, ഐ ഫീൽ, ഐ എം വെരി ബ്ലെസ്ഡ്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ വെച്ച് ഞാൻ എടുക്കുന്ന രീതി ഇസ് ആബ്സല്യൂട്ട് ക്രേസി. ലൈക്ക് ദ വേ ഐ ടേക്ക് ഇറ്റ് ആസ് ഈസി ആൻഡ് ഐ എം ഏബിൾ ടു ടേക്ക് ഇറ്റ്. അപ്പോൾ ഐ ഫീൽ ഗോഡ് എനിക്ക് തന്ന ഒരു കഴിവാണ് നോട്ട് ടു ബി പറ്റാത്ത ഒരു, സോറി മലയാളം അത്ര നല്ലതല്ല, ബട്ട് ഡോണ്ട് ബ്രേക്ക് മീ. ഐ എം ഏബിൾ ടു ടേക്ക് ഇറ്റ്. ഇത്ര സംഭവിച്ചിട്ടും
ആ വൈദ്യൻ്റെ ഇത് സംഭവിച്ചിട്ടുണ്ട് 22 സർജറീസ്. ഐ എം സ്റ്റിൽ ഏബിൾ ടു ബി പോസിറ്റീവ് ആൻഡ് തിങ്ക് ബെറ്റർ ആൻഡ് സ്റ്റിൽ ഡു മോർ, നോട്ട് ഓൺലി ഫോർ മൈസെൽഫ്, മറ്റേവർക്കും. സോ ഐ വോണ്ട് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവൻ കടാ ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്കെന്താ ചെയ്യാൻ പറ്റൂടാത്ത. തീർച്ചയായിട്ടും ബിക്കോസ് വി ആർ ഓൾ സെയിം പീപ്പിൾ. അതെ. ഞാനൊരു ഗോൾഡൻ സ്പൂളല്ല വളർന്നത്, ഞാനൊരു എക്സെപ്ഷണൽ പവറോ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് വളർന്നത്. നോർമൽ ഇന്ത്യൻ മല്ലു ബോയ്, നത്തിങ് ഡിഫറൻസ്. ഒൺലി ദ വേ ഞാൻ ആലോചിച്ച് മാത്രം വ്യത്യാസമുള്ളായിരുന്നു. ബിക്കോസ് ഐ ബിലീവ്ഡ്, വിൽ സി, വെൻ ഐ വേക്ക് അപ്പ് ഐ ബിലീവ് ഐ ആം ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. എനിക്ക് ആ ഉള്ള കോൺഫിഡൻസ് ഞാൻ തന്നെ സെൽഫ്, ഐ വിൽ ലുക്ക് അറ്റ് മൈ സെൽഫ് ഇൻ ദ മിറർ, ബേട്ട യു ആർ ദ ബെസ്റ്റ്. പക്ഷേ എൻ്റെ മനസ്സിൽ ബാക്കിലുണ്ടായിരുന്നു ദർ ആർ സോ മെനി പീപ്പിൾ ആർ ദ ബെറ്റർ ദാൻ മീ, ബട്ട് ഐ വിൽ വർക്ക് വെരി ഹാർഡ്. സംസാരം മാത്രമല്ല, ഐ വർക്ക്. എൻ്റെ എപ്പോഴും വിത്ത് മൈ മൈൻഡ് ഐ ഫംഗ്ഷൻ വേ യു ഹാവ് ടു ബി ബെറ്റർ. ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും പ്രീച്ച് ചെയ്യുമ്പോൾ, നമ്മൾ വണ്ടിയിലും കുറേ സംസാരിച്ചില്ലേ ഓഫ് ഞാൻ ചായ വിട്ട കാര്യവും ആൻഡ് വൈ ഐ ഡ്രിങ്ക് 1 liter ഇൻ ദ മോർണിംഗ്, ആൻഡ് ഇറ്റ്സ് ഓൾ നോട്ട് ടു ഫോർ എനിത്തിങ് എൽസ്, ഇറ്റ് ഈസ് ടു ബി നമ്മുടെ ബെസ്റ്റ് വേർഷൻ മെൻ്റലി, ഫിസിക്കലി, ആൻഡ് ബിക്കോസ് അത് ഇറ്റ്സ് നോട്ട് ഫോർ മീ ഓൺലി. And even Vilsi ചെയ്യുമ്പോൾ it's not for you, because it's the people around us. ഞാൻ ചെയ്താലേ my family is in a better position. When my family does, my other people are in a better position. So നമ്മളെല്ലാവരും ഒന്നാ. It's not a self thing, you know. So that's why I like to do it, and I like to speak as a speaker and share my story. അടിപൊളി. അപ്പോൾ നമ്മൾ ദുബായിലേക്ക് വരുന്ന സമയത്തെ, സത്യം പറഞ്ഞാൽ സുഹിത്തിനോട് സാധാരണ നമ്മൾ ഗസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ, അതായത് കുറേ ആൾക്കാർ സംസാരിക്കുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിൽ വരും. ബിക്കോസ് ഞാനൊരിക്കലും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ചോദിക്കുന്ന ഒരാളല്ല. പക്ഷേ സുജിത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ദുബായിലേക്ക് വരികയാണെന്നല്ലോ സുജിത്ത്, എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ദുബായ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു ദുബായിൽ, കാരണം ഇപ്പം നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ, ഒരു കമ്പയർ ചെയ്യാൻ വേണ്ട, ദുബായ് ഓപ്പർച്യൂണിറ്റീസ് എത്രയും കൊടുക്കുന്നുണ്ട് അതല്ലേ? ഇപ്പോൾ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, ഇപ്പം നമുക്കറിയാം UAE നമ്മുടെ റൂളർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം, അദ്ദേഹം ഡിസേബിൾ എന്ന് പറയുന്നൊരു വേർഡ് ഒഴിവാക്കിയിട്ടാണ് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ വെച്ചത്. കാരണം കാരണം നമുക്കെല്ലാം നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും നമ്മുടെ മനസ്സുകൊണ്ടാണ്, എല്ലാവരും ഒരുപോലെ എന്ന രീതിയിലാണ് ആ വേർഡ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേർഡ് ഭയങ്കര ഒരു സത്യമായിട്ടും. അപ്പം ഈ ദുബായിൽ ഓപ്പർച്യൂണിറ്റീസ് പറയും, അല്ലെങ്കിൽ ദുബായ് എങ്ങനെയാണ് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എത്ര സപ്പോർട്ടീവ് ആണെന്നുള്ളതൊന്ന് പറയോ? ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് സോ വെൽക്കമിങ്. ഞാൻ ഇതെവിടെ തുടങ്ങണ്ടേന്ന് ആലോചിക്കുക. ലൈക്ക് ഐ ഫീൽ, കമ്പയറിംഗും അല്ല, ബട്ട് ഐ ഫീൽ കേരളത്തിൽ ഒത്തിരി ആക്സസിബിൾ അവർ നോക്കിയിട്ടില്ല. ലൈക്ക് ഞാൻ ഇപ്പോൾ കേരളത്തിൽ, ഫോർ എക്സാമ്പിൾ മാവേലിക്കര തന്നെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഞാൻ ആലോചിക്കണം എനിക്കറിയാം അവിടെ സ്റ്റെപ്സ് ഉണ്ടെന്ന്, അത് ആക്സസിബിൾ അല്ല എനിക്ക്. 2-3 ആൾക്കാരൊക്കെ പൊക്കണം. ഐ വുഡ് ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. പക്ഷേ ദുബായിൽ ഇപ്പോൾ മെജോറിറ്റി, എസ്പെഷ്യലി അപ്കമിങ് ഓൾഡ് ദുബായ്, നോട്ട് എവറിവെയർ, പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് അതർവൈസ് എല്ലാം ബിൽഡിംഗ് റാമ്പ് ആക്സസിബിളാണ്. ഞാൻ വിളിച്ചിട്ട് ഒരു സ്റ്റോറി പറയാം. എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്പീച്ച് ഞാൻ ജീവിതത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെമ്പർഷിപ്പ് വന്നു. ഒരു 2 ആൾക്കാർ വന്ന് പറഞ്ഞു, ഹായ് സുജിത്ത്, നമ്മൾ UFC ജിമ്മിലാണ്, ബിസിനസ് ബേ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ബ്രാഞ്ച്, നീ അവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു 1 year നിനക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന്. UFC ഇപ്പം ദുബായും ഷാർജ ചിലവർക്ക് അറിയത്തില്ലായിരിക്കും നാട്ടിൽ കാണുന്ന ഹൗ ഫാർ ഇറ്റ് ഈസ്, പക്ഷെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, വിൽസിക്ക് അറിയാലോ. ആ സമയത്ത് ദിസ് ഇസ് ഇൻ 2016 ആണെന്ന് തോന്നുന്നു, 16 എൻഡ് ആണെന്ന് തോന്നുന്നു. ദിസ് ഇസ് ഹാപ്പനിങ്. ലൈക്ക് UFC ജിം നിനക്ക് 1 year ഫ്രീ സ്പോൺസർഷിപ്പ് ഞങ്ങൾ തരാം, നീ വന്നാൽ മതി എന്ന്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, എനിക്ക് കാർ ലൈസൻസ് ഇല്ല, എനിക്ക് ജോലിയില്ല, പൈസ ഇല്ല, എല്ലാ ദിവസവും ടാക്സിയിൽ മുടക്കി പോവാൻ. ആൻഡ് അമ്മേനെ എല്ലാ ദിവസവും ജിമ്മിലോട്ട് എന്നെ വിടാമെന്ന് പറഞ്ഞ് അവിടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട്, ദാറ്റ്സ് നോട്ട് കറക്റ്റ് ഓൾസോ. ഞാൻ ആലോചിച്ച് ഞാൻ എന്താ ചെയ്തെന്ന് അറിയോ? എൻ്റെ വീട്ടിൽ നിന്ന്, ഐ വോണ്ട് യു ടു ലിസൺ ടു ദിസ്, എൻ്റെ വീട്ടിൽ നിന്ന് 200 to close to 1 kilometer വീൽ ചെയ്തിട്ട് ഒരു ഫ്ലൈ ഓവറിൻ്റെ ബ്രിഡ്ജ്, ഒരു വാക്കിംഗ് ബ്രിഡ്ജും, ഒരു മോളിൻ്റെ ഉള്ളിൽ കയറി ബാക്കിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് 50 meter വീലും അതും കഴിഞ്ഞിട്ട് വീൽ ചെയ്തിട്ടാണ് ഞാൻ ദുബായിൽ എത്തുന്നത്. ഫ്രം ഷാർജ, ഐ യൂസ് ടു സ്റ്റേ ഇൻ ഷാർജ അൽനാദ. അപ്പോൾ ഒരു 700-800 meters വീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ബസ് പിടിക്കും ഗിസേസ് മെട്രോ സ്റ്റേഷൻ വരെ. ഗിസേസ് മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിട്ട് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങും. ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിൽ ഞാൻ ബസ് പിടിച്ചിട്ട് ബേ സ്ക്വയറിൽ പോകും. ബേ സ്ക്വയറിൽ നിന്ന് ഒരു 100 meter വീൽ, 100 ഒരു 50 meter വീൽ ചെയ്തിട്ടാണ് ഞാൻ UFC ജിമ്മിൽ പോയിട്ട് ഒരു വർക്കൗട്ടും ചെയ്തിട്ട് തിരിച്ചിങ്ങനെ വരുന്നത്. രാവിലെ 5 മണിക്ക് ഇറങ്ങും, എൻ്റെ വീട്ടിൽ ഞാൻ എത്തുന്നത് 11 മണിക്കാണ്. എന്തിനാണെന്നറിയോ? ഒറ്റ ജസ്റ്റ് ടു വർക്കൗട്ട്. ബിക്കോസ് എന്തിനാണെന്നറിയോ? എൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ജിം ഉണ്ടായിരുന്നു, അവിടെയും ജിമ്മാണ്. പക്ഷേ എൻ്റെ ഈ ജിം, ഷാർജ ജിമ്മിൽ ഒരു സംഭവം ഇല്ലായിരുന്നു എൻ്റെ UFC ജിമ്മിലുള്ളത്. That was boxing bags. UFC gym had boxing bag. And boxing, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, is a very, എൻ്റെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയ സ്പോർട്ടാണ് അത്. So just because it had boxing bag and I did not have money every day to go back and forth, I did this. More than 2.5-3 hours I was in only wheeling metro, bussum, എല്ലാ ഒരു ഹെഡ്ഫോൺസും വെച്ചിട്ട് I used to go every day.
റിയലി യു ആർ സച്ച് എ സ്ട്രോങ് പേഴ്സണാലിറ്റി സുജിത്ത്. ബിക്കോസ് എനിക്ക് വേണ്ട, ബിക്കോസ് എല്ലാവരും പറയും എടാ പറ്റത്തില്ല നീ ഇവിടെ തന്നെ ചെയ്തോ. എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഐ വാസ് ലൈക്ക് ഐ കനോട്ട് ഹിയർ നോസ് എനിമോർ ഇൻ മൈ ലൈഫ്. ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ആകെ ഒരു കേട്ടത് നോ നോ നോ. ഐ എം ലൈക്ക് നോ, മൈ ലൈഫ് ഇസ് നോട്ട് വാട്ട് യു ടെൽ മീ നോ. ഞാൻ ശ്രമിക്കും, അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ബട്ട് ഐ വിൽ വർക്ക് as much as I can. I will open as much as doors as I can. I will do everything that it takes to do. How much ever hard work I have to break a bone in my body again, I will do it. But will I do it or not? I'll do it. And even after that I can't do it, then that is fate. But I'll have to try. ഞാൻ ട്രൈ ചെയ്തില്ലെങ്കിൽ. സോ ഐ തോട്ട് അബൌട്ട് ഇറ്റ്. ഐ ആം ലൈക്ക് വൈ നോട്ട് ദിസ്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നമ്മൾ ദുബായ് സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ ഇത് ചെയ്തപ്പോൾ ദാറ്റ് സെയിം ഇയർ ഐ ഗോട്ട് എൻ ഇമെയിൽ ഫ്രം ദുബായ് ടൂറിസം സെയിങ് ദാറ്റ് നമ്മൾ ഈ ഷെയ്ഖ് ഹംദാൻ ഇന്റെ ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് ലോഞ്ച് ചെയ്യാൻ പോവാ ആൻഡ് വി വോണ്ട് യു ടു ബി വൺ ഓഫ് ദി ഒഫീഷ്യൽ അംബാസിഡേഴ്സ് ഫോർ ഇറ്റ്. അതിനകത്ത് 30 ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് പേഴ്സണാലിറ്റീസ് were there and I was one of them. മറ്റേ ദുബായ് ടൂറിസത്തിന്റെ ഹെഡ് ഓഫീസ് ഐ സ്റ്റിൽ റിമെമ്പർ. And they have given me opportunities. Yeah, so much people in Dubai, a lot of, not just the government, the people as well, a lot of organizations, they've given me a platform to speak. Chris Fade ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് because he is the one who gave me our first stepping stone to be a speaker. അത് കാരണം I am a 5-time TEDx speaker today. Somebody gave me അപ്പോൾ ഈ ഫിറ്റ്നസ് കാരണം കഴിഞ്ഞ 2023 I won the sports industry Spirit of the Sports Award. It's one of the biggest sports awards of the country. So I always tell ഞാൻ ചെയ്തത് it's not only me. ആരാണ്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു, that's what I tell people. നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി, ജഡ്ജ് ചെയ്യില്ല. Just give an opportunity. See what a person can make out. അടിപൊളി. ദാറ്റ്സ് എ വെരി സ്ട്രോങ് പോയിന്റ്. ബിക്കോസ് ഇപ്പം പറയാമല്ലോ സുജിത്ത്, നമുക്കിപ്പം അഡ്വേഴ്സിറ്റി ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റുമ്പോഴാണ് നമ്മുടെ ലൈഫ്, ഇപ്പം നമ്മുടെ ലൈഫിൽ പ്രതിസന്ധികൾ വരും. ഇപ്പം സുജിത്ത് ചെയ്തത് അത് തന്നെയാണ്. സുജിത്തിന്റെ ലൈഫിലെ പ്രശ്നങ്ങൾ സുജിത്ത് ആക്ച്വലി അത് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. അപ്പം എന്താ പറയുക, ഒരു ഇഫ് ഐ എം നോട്ട് റോങ്, ഒരു ഓത്തർ ഉണ്ട്, എനിക്ക് പെട്ടെന്ന്, നെപ്പോളിയൻ ഹിൽസ്, അദ്ദേഹം പറഞ്ഞൊരു കോട്ട് ഉണ്ട്, എവറി അഡ്വേഴ്സിറ്റി, എവറി ഫെയിലിയർ, എവറി ഹാർട്ട് ടേക്ക് വിത്ത് ഇറ്റ് ദ സീഡ് ഓഫ് ആൻ ഈക്വൽ ആൻഡ് എ ഗ്രേറ്റർ ബെനിഫിറ്റ്. ആ ഒരു പോയിന്റ് ഒന്ന് ആലോചിച്ചത് എല്ലാത്തിലും, അതായത് ആ ഒരു നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതാണ് അഡ്വേഴ്സിറ്റി നമ്മൾ ഓപ്പർച്യൂണിറ്റി നമ്മളാണ് മാറ്റേണ്ടത്. അപ്പോൾ എനിക്ക് ഇത്രയും കേട്ടതിൽ എനിക്ക് തോന്നിയ കാര്യം അതാണ്. മൈൻഡ് സെറ്റ്. ഇപ്പോൾ വിൽസി പറഞ്ഞ പോലെ ഇറ്റ്സ് ദ വേ യു സീ ഇറ്റ്. ഈവൻ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മൾ പോസിറ്റീവായി കണ്ടാൽ അത് മാറും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ പറയാം. ഇത് സംതിങ് ഐ വാസ് സപ്പോസ് ടു മീറ്റ് സംബഡി ദി അതർ ഡേ ആൻഡ് ഐ വാസ് ലൈക്ക് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു, ഭയങ്കര ആഗ്രഹമായിട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അത് ക്യാൻസൽ ആയിപ്പോയി. ആൻഡ് എൻ്റെ ഇപ്പം ഞാൻ ഹാവ് ട്രെയിൻഡ് മൈ മൈൻഡ്, എന്താണെങ്കിലും നീ അതിൻ്റെ പോസിറ്റീവ് കാണുക. സോ ഐ ഓൾവേസ് ടെൽ മൈ സെൽഫ് ഇറ്റ്സ് ഓക്കെ ഡാ, ഇറ്റ്സ് പ്രോബ്ലി ഫോർ സംതിങ് ഫോർ ദ ഗുഡ്. അത് കാരണം ഐ ഗോട്ട് സംതിങ് ഡൺ ഇൻ ദി ഈവനിങ് വിച്ച് വാസ് ഈവൻ ബെറ്റർ, വിച്ച് വാസ് പെൻഡിങ് ഫോർ എ ലോങ് ടൈം, ഓർ അത് പുഷ് ത്രൂ അല്ലായിരുന്നു, ആൻഡ് ദാറ്റ് കെയിം ത്രൂ. സോ അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട്, ഐ ടെൽ യു സംതിങ് ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത്, നമ്മളുടെ ഈ ഇമോഷൻസ് റിയലി മാറ്റർ. സോ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ നമ്മൾ ഡൗൺ ആ, നമ്മൾ ഈ വാക്ക് പോലും ഇറക്കാൻ പാടില്ല. ഐ ടെൽ പീപ്പിൾ ദാറ്റ് നെവർ സേ ദാറ്റ് എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ, ഐ ആം ടയർഡ്. Don't just ignore all these things. Just always think better. Always think better. Always do better. Always feel about yourself. I am good. I'm great. Our life will change, yaar. Life So we have to push ourselves. We have to push because aarum cheyidilla. Nobody will do it for you. Alla, even if somebody pushes you, nammade feeling emotion matters. Nammade feeling, we have to feel good. Adina, that's why I told you earlier, there's some things I do in my day and I have to feel good moment laakana every day, because everyone feels bad. Ellarkum emotions undu, let it out. Ella dosam it's not going to be, nalloru suryan out there. Everybody is going to have bad days, but work for the best. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പം ദുബായിലെ കാര്യം, ദുബായ് സപ്പോർട്ടിങ് എന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, നമ്മുടെ ദുബായിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അവർ എന്തൊക്കെയാണ് നമ്മുടെ ദുബായ്, ഞാനിത് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ദുബായിലുള്ള ആൾക്കാർക്ക് ഇപ്പം ഫോർ മീ എനിക്കറിയാം എന്തൊക്കെയാണ്, എല്ലാം അറിയില്ലെങ്കിലും എന്തൊക്കെയാണ് ദുബായിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്നറിയാം. ഇതിപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടിലുള്ള ആൾക്കാരാവാം, എന്തൊക്കെയാണ് ദുബായ് നമുക്ക്, അതായത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കൊടുക്കണം എന്നുള്ളൊരു. സോ അങ്ങനെ വാട്ട് ഐ യൂസ് പേഴ്സണലി ഞാൻ വേണമെങ്കിൽ പറയാം.
So other than, so apparently എല്ലാ ഓർഗനൈസേഷനിൽ വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ് ഐ തിങ്ക് ഒരു ഒന്ന് പെർസെൻറ്റേജ് ഉണ്ട്. ഇന്ററപ്റ്റ് ചെയ്യാണ്. Yeah, വൈ? ബിക്കോസ് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പം ആക്സിഡന്റ് സംഭവിച്ചാൽ വാട്ട് എവർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അവർക്കൊരു പക്ഷേ അവരൊരു സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കാം. correct. അവർക്കൊരു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ ഓക്കെ എനിക്കും നമ്മളിത് കേൾക്കുമ്പോൾ എനിക്കും ദുബായിൽ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ എന്നൊരു പോയിന്റ് നമുക്ക് കൊടുക്കാൻ I love it. പറ്റുകയാണെങ്കിൽ I love it because I'll tell you a real life incident what happened. ഞാൻ പറയാം. സോ ഞാൻ ഫസ്റ്റ് ദുബായ് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. സോ ഐ തിങ്ക് എവറി ഓർഗനൈസേഷനിൽ ഒരു കോട്ട ഉണ്ട്. യു ഹാവ് ടു ഹയർ ഒരു പേഴ്സൺ ഓഫ് ഡിറ്റർമിനേഷൻ വേണം എന്ന്. ദർ ഇസ് എ കോട്ട ഓഫ് ഇറ്റ്, റൈറ്റ്? ദാറ്റ് ഇസ് നമ്പർ 1. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് സാലിക് ഇസ് ആബ്സല്യൂട്ട്ലി ഫ്രീ ഫോർ ദുബായ് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഇൻ ദുബായ് ഫോർ ലൈഫ്. മെട്രോസ് ആർ ആബ്സല്യൂട്ട്ലി ഫ്രീ ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ലൈഫ്. എല്ലാ places have a designated wheelchair parking spots, especially that's like another thing. And every place that we go has to be, I think from past 2 years or something, something was passed that every place has to be completely POD accessible, ramped. അപ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എമിറേറ്റ്സ് NBD അവർക്ക് പോലും ATMs ഉണ്ട് ഫോർ ഈ ഫോർ ബ്രെയിൽ വെച്ചിട്ട്. You know that? അങ്ങനെ ലോട്ട് ഓഫ് ആക്സസിബിൾ തിങ്സ് ആർ ഇറ്റ്സ് ചേഞ്ചിങ്. ലൈക്ക് മാറുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് റാപ്പിഡ്ലി അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് ദ ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് തിങ്സ് ഒത്തിരി മാറുന്നുണ്ട്. എൻ്റെ ഒരു ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശോഭിക. ഷീ ഈസ് ഓൾസോ ഇൻ എ വീൽ ചെയർ. പുള്ളിക്കാരിയുടെ സിസ്റ്റർ കുറേ സ്ഥലത്ത് പോയിട്ട് പറയുന്നത് അവർ ദേ യൂസ് ടു ഫൈൻഡ് അവളുടെ മോട്ടറൈസ്ഡ് വീൽ ചെയറാണ് ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് ഷീ യൂസ് ടു ഇൻഫോം RTA. യുനോ വാട്ട് RTA കംപ്ലൈൻറ്റ് റേസിട്ട് അവളും അവളുടെ ചേച്ചിയും മാത്രം ദുബായിൽ 100 സ്ഥലത്ത് വീൽ ചെയർ ആക്സസിബിൾ ആക്കിയിട്ടുണ്ട്. അവൾ പറയുമ്പോൾ RTA has come and put a ramp over there. അവളുടെ ഒരു എക്സാമിന് അവൾക്ക് പോകാൻ പറ്റിയില്ല. അതായിരുന്നു സ്റ്റാർട്ടിങ് ഓഫ് സ്റ്റോറി. അവൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ റാമ്പ് ഇല്ലാത്തതുകൊണ്ട് മെട്രോയിൽ കയറാൻ അവൾ അന്ന് പോയി RTA അപ്പോൾ 2-3 ആൾക്കാർ വന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അവൾ RTA വന്ന് അന്ന് വൈകിട്ട് RTA വന്ന് റാമ്പ് ഫിക്സ് ചെയ്ത സ്ഥലം. അവിടെ നിന്ന് അവൾ തുടങ്ങിയ ജേർണിയാണ് വിങ്സ് ഓഫ് ഏഞ്ചൽസ്. ഇപ്പം സുജിത്ത് പറഞ്ഞാൽ ഇപ്പം സുജിത്ത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സീരിയസ് സുജിത്ത് 9 to 5 ജോബ് കഴിഞ്ഞിട്ടാണ് ആൾ ഇതെല്ലാ പരിപാടികളും കാണിക്കുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, അതായത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ദുബായിൽ കിട്ടണം, UAE കൊടുക്കണ ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോറി I wanted to say. എന്നെ ഒരു ദിവസം ഒരു DM വന്നായിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ. വേർ ദിസ് ഗായ് വാസ് ലൈക്ക്, സുജിത്ത് എനിക്കൊരു ആക്സിഡന്റ് ആണെന്ന് ആമിന വീൽ ചെയർ. അതിന് ഇച്ചിരി വർഷങ്ങളായി ഞാനും വൈഫുണ്ട്. എന്നെ 33 സ്ഥലത്തു നിന്ന് റിജക്ട് ചെയ്തതാണ് ഫ്രം കേരള ആൻഡ് ബാംഗ്ലൂർ. അവരുടെ റീസണിങ് എന്ന് പറഞ്ഞു ലൈക്ക് പൊട്ട റീസണിങ് ആയിരുന്നു. അവരൊക്കെ ഞങ്ങളുടെ വാഷ്റൂം ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് നിനക്ക് ഇവിടെ ജോലി തരാൻ പറ്റില്ല. നീ ചിലപ്പം സിക്ക് ലീവ്സ് കൂടുതൽ എടുക്കായിരിക്കും, ഞങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല. സോ ഹീ ഹേർഡ് ഇൻസെയിൻ ബിസാർ റീസൺസ്. അപ്പോൾ അവനോട് പറഞ്ഞു, സുഹിത്തെ എമിറേറ്റ്സ് NBD വേക്കൻസി കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയാം, ബട്ട് ഐ വുഡ് റിയലി ലൈക്ക്, ബിക്കോസ് ഞാൻ എൻ്റെ എല്ലാ ലൈഫ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു മോട്ടിവേഷനാ. ലോട്ട് ഓഫ് അതർ, ഞാൻ ഇപ്പം വിൽസിയോട് പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഐ ടേക്ക് കെയർ ഓഫ് മൈ കുക്കിംഗ്, ഐ ഡു മൈ ഓൺ ക്ലീനിങ്. ഞാൻ തന്നെ വണ്ടി എടുത്ത് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് 9 to 5 ജോലിയും ചെയ്ത് ഐ എം ഡൂയിങ് ഇൻ മൈ സെൽഫ്. അതിന് വലിയ സയൻസ് ഒന്നുമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് മൈ ബിലീവ് ദാറ്റ് ഐ ക്യാൻ ബി ഇൻഡിപെൻഡൻറ്റ്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് നത്തിങ്. അതിന് വലിയ ഒരു ഗെയിം പ്ലാൻ ഒന്നുമില്ല. കേൾക്കണം ആൾക്കാർ, മനസ്സിലാവും. അതിന് വലിയ ഗെയിം പ്ലാൻ ഒന്നുമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. പിന്നെ ഫിഗർ ഇറ്റ് ഔട്ട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എൻ്റെ സെക്യൂരിറ്റി എപ്പോഴും ഉണ്ട് ടു ഹെൽപ്പ് മീ വിത്ത് മൈ കാർ, വീൽ ചെയർ ഉള്ളിലിടാനും. ബാക്കി ഇസ് ഓൾ ഇൻഡിപെൻഡൻറ്റ്. ലൈക്ക് ദർ ഇസ് നത്തിങ്. ആൾക്കാർ വിചാരിക്കും, ആൾക്കാരുടെ പേടി പ്രശ്നം എവിടെ വരുന്നത്? ഐ ടെൽ യു, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ തിങ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. നമ്മൾ എപ്പോഴും ബാക്ക് ആവുന്നത് ഇൻ ടേംസ് ഓഫ് പ്രോഗ്രഷൻ, എനിത്തിങ് ഇൻ ലൈഫ് എപ്പോഴാണെന്നറിയോ? നമുക്ക് വെൻ വി ആർ ഇൻ ഫിയർഫുൾ ഓഫ് ദി അൺനോൺ. മീനിങ് നാളത്തെ നമുക്ക് അറിയത്തില്ല എന്താ വരാൻ പോകുന്നത്. പക്ഷെ നമുക്ക് എന്തോ വിചാരിക്കും, നമ്മുടെ തലമണ്ടയിൽ വിചാരിക്കും ലൈക്ക് ഇറ്റ്സ് സംതിങ് വെരി ബാഡ്. അത് കാരണം നമ്മൾ ഓൾറെഡി റിട്രാക്ട് ചെയ്യും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ സ്റ്റോറി. അത് നമ്മുടെ മൈൻഡ് നമുക്ക് തരുന്ന ഇല്യൂഷൻസ് ആണ്. സോ വി ആർ ഓൾ ഫിയർഫുൾ ഓഫ് ദി അൺനോൺ. അത് കാരണമാണ് നമ്മൾ പകുതി ടൈം നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് എടുക്കാത്തത്. സോ ഐ ജസ്റ്റ് ടോൾഡ് യു ദിസ്, 99% ഓഫ് ദി പീപ്പിൾ ലൈക്ക്, ഞാൻ ഒറ്റയ്ക്ക് താമസിച്ച് ഇതെങ്ങനെ ആകുമ്പോൾ അതെങ്ങനെ ആകുമ്പോൾ ഇത് നടന്നിട്ടില്ല. സോ ഐ ഓൾസോ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഐ ഓൾസോ ഹാഡ് ഫിയർ. എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീട് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഒരു കാര്യം. ലൈക്ക് എല്ലാം ഫ്രം ബേസിക്സ്, ക്ലീനിങ് ദ ഹൗസ്, കുക്കിംഗ് ദ ഫുഡ്, ചേഞ്ചിങ് മൈ ബെഡ്ഷീറ്റ്. ഞാനിങ്ങനെ ചോദിക്കായിരുന്നു സുജിത്തിന്റെ അടുത്ത്, എല്ലാം തന്നെയാണ് ചെയ്യണം. അപ്പം അതൊരു നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നും. പക്ഷെ അതിന് ഈ പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം വേണം, നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു നമ്മുടെ ബ്രെയിൻ, സെൽഫ് കോൺഫിഡൻസ് ഫസ്റ്റ് ബിൽഡ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ, യു ഹാവ് ടു ബിലീവ്. ലൈക്ക് ആരും വന്ന് പുഷ് ചെയ്യത്തില്ല. ലൈക്ക് യു ജസ്റ്റ് ഹാവ് ടു ബിലീവ് ആൻഡ് നോട്ട് ബി സ്കേർഡ്. ഫിയർ ഇസ് ലൈക്ക് നടക്കാത്ത ഒരു കാര്യമാണ് ഫിയർ. നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ പിന്നെ അങ്ങനെ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്?
ലൈക്ക് എൻ്റെ ഓപ്ഷൻസ് വിളിച്ച് ഒരു സമയത്ത് ഐ വാസ് സോ ലോ. ലൈക്ക് ഒന്നെങ്കിൽ എല്ലാവരും പറയുന്നത് ഞാൻ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞും പറയുന്നത് കേൾക്കാതെ ഇനി നീ നിൻ്റെ ഒരു ലെവൽ സെറ്റ് ചെയ്യും, അതിൻ്റെ അപ്പുറത്ത് താഴെ നീ പോകുന്നില്ല. ആൻഡ് യു ആർ ഗോയിങ് ടു നൗ എയിം ഫോർ ഹയസ്റ്റ് ബിക്കോസ് ഐ വോണ്ട് ടു പ്രൂവ് പീപ്പിൾ റോങ് ബിക്കോസ് ഐ വാസ് ഡൺ വിത്ത് എവറിബഡി ലിമിറ്റിംഗ് മീ. ഇറ്റ്സ് മൈ ലൈഫ് നോ. പിന്നെ വേറെ എന്തിനാ എനിക്ക് അറിയാത്ത ഒരാൾ വന്ന് പറയുന്നത്, ഓ സുഹൃത്ത് നിനക്ക് ഇത് പറ്റില്ല അത് പറ്റില്ല. ഹു ആർ യു? യു ഡോണ്ട് ഈവൻ നോ മീ അല്ലേ? സോ ഫസ്റ്റ് put yourself highest. Believe that you are Shah Rukh Khan, like that, believe that level of belief. പിന്നെ ഐ മീൻ ആരാണ്ട് പറഞ്ഞ പോലെ ഇഫ് യു ഡോണ്ട് എയിം ഫോർ ദ മൂൺ വരെ നമ്മൾ ചിന്തിച്ചില്ലേ, നമ്മൾ 10th ഫ്ലോറിൽ പോലും വീഴത്തില്ല. You know what I mean? So you have to be unrealistic. ഇച്ചിരി വട്ട് വേണം തലയിൽ, that you can do the impossible. ഐ മീൻ എൻ്റെ ലൈഫ് വെച്ച് തന്നെ ഇമാജിൻ അബൌട്ട് ഇറ്റ്. ഞാൻ പറയുന്നത് 2015 ഐ കുഡൻറ്റ്, എൻ്റെ ചേച്ചി എൻ്റെ വീൽ ചെയർ പിടിക്കാതെ പോലും എനിക്ക് അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കൊരു സ്ഥലത്ത് പിടിക്കാതെ ഞാൻ എൻ്റെ വീഴുമായിരുന്നു ബിക്കോസ് ഐ ഹാവ് നോ ട്രങ്ക് ബാലൻസ്. ആ ലെവലിൽ കിടന്നതാ. ഇന്ന് I mean, I have come quite far. അത് എന്തിനാ വന്നത്? God's grace. My people around me supported me. Some ആരാണ്ട് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു ആൻഡ് മൈ സെൽഫ് കോൺഫിഡൻസ് ദാറ്റ് ഐ വിൽ ഡു ഇറ്റ്. എനിക്ക് ആക്ച്വലി ഒരു കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ ആക്ച്വലി മറന്നുപോയത് കംപ്ലീറ്റ് ചെയ്യാം. അത് മറ്റേ ചെറുക്കനെ പറ്റി പറഞ്ഞത്, ജോലി ഉണ്ടോന്ന്. അവൻ്റെ CV ഞാൻ എൻ്റെ HR കൊടുത്തു. എൻ്റെ HR കൊടുത്തിട്ട് ദേ റിവ്യൂഡ് ഹിം. അവൻക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്തു. വിൽസി കഴിഞ്ഞ 6 വർഷമായിട്ട് അവൻ ദുബായിൽ ജോലി ചെയ്തിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ആള്. 33 പ്ലേസസ് റിജക്ട് ആയ അവന് ടുഡേ ഹീസ് ലിവിങ് എ മച്ച് ബെറ്റർ ലൈഫ് ബിക്കോസ് സംബഡി ഗേവ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഞാനൊരു മീഡിയേറ്റർ ആയിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ബിക്കോസ് എൻ്റെ വീഡിയോസും സ്റ്റോറീസും അവനെല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുമ്പോൾ ഈസ് ലൈക്ക് എനിക്കും ഐ ഓൾസോ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ് ലൈക്ക് ഹൗ യു ആർ. അത്ര പറഞ്ഞോളായിരുന്നു. ക്യാൻ യു പാസ് മൈ CV എന്ന് പറഞ്ഞ് എനിക്ക് CV തന്നു. ഞാൻ എൻ്റെ HR കൊടുത്തു. ഞാൻ സംസാരിച്ചു, ഗേവ് ടു HR. 6 years he's working in Dubai now, he and his wife. ദാറ്റ് മീൻസ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നുള്ളതൊരു വലിയൊരു ഡെഫിനറ്റ്ലി ഒരാളുടെ ലൈഫ് മാറുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുകയാണ്. അതായത് ഇപ്പം ദുബായിൽ ഇവിടെ വരുന്ന ആൾക്കാർ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, ഇപ്പം നമ്മുടെ പല ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എല്ലാവരും ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ എടുക്കുന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള. അപ്പം ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട്, കാരണം ആളുടെ വിസിറ്റിംഗ് വിസ തീരാറായി, അപ്പോൾ ഒരു കമ്പനി മാനേജർ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാലല്ലേ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ കണക്ട്. ഓക്കെ, യെസ്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇപ്പോൾ സുജിത് പറഞ്ഞു, ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി? കാരണം ഇതിൽ വേറൊരു സ്റ്റോറി ഉണ്ട്, അതിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിക്കാൻ നമ്മൾ ഇരുന്ന് സംസാരിച്ചപ്പോഴേ. ഡ്രൈവിംഗ് ലൈസൻസ് ക്രെഡിറ്റ് 100% ടു മൈ മോം. ഐ ടെൽ യു വൈ. എനിക്ക് ജോലി കിട്ടുന്ന 2018 എൻ്റെ ഫസ്റ്റ് ജോബ് സെറ്റ് ആക്കുന്നത്. അമ്മ പറഞ്ഞു, മോനെ ജോലി കയറ്റി കഴിഞ്ഞാൽ നീ ഭയങ്കര ബിസി ആക്കും, നീ ഒരു കാര്യം ചെയ്ത് ലൈസൻസ് പോയി എടുക്കുക. അങ്ങനെ ഗലദാരി പോയി. അവർക്ക് തന്നെ ഓട്ടോമാറ്റിക് മറ്റേ ആ ഒരു കൺട്രോളുള്ള വണ്ടിയൊക്കെ ഉണ്ട്. അതിൽ തന്നെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ ആ ലൈസൻസ് എടുത്തത്. സോ ഇറ്റ്സ് ബീൻ കപ്പിൾ ഓഫ് ഇയർ. 2018 കിട്ടിയത്. ഓക്കെ, അപ്പം നമ്മൾ ദുബായ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞ സമയത്ത്, ഇങ്ങോട്ട് നമ്മൾ വന്ന സമയത്ത് ഒരു സ്റ്റോറി പറഞ്ഞില്ലേ? അതായത് വണ്ടി എവിടെയോ സ്റ്റക്കായി പോയ സമയത്ത്, അത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു. കാരണം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ക്രേസി. ഞാൻ ആലോചിക്കും നമ്മൾ ചിലപ്പം കാണുമ്പോൾ നമ്മൾ ഒരു പോലീസ് വണ്ടി കാണത്തില്ല അല്ലേ? അപ്പം ഞാൻ ഓടിക്കുന്നത് ഞാൻ ആദ്യം പറയാം. അതപ്പോൾ ഈ സ്റ്റോറി റിലേഷൻ ഉണ്ട്. 2 പെഡൽസാണ്. സോ ഈ 2 പെഡൽ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂവിൽ പോലെയാണ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒരു പെഡൽ ബ്രേക്കിലോട്ടും ഒരു പെഡൽ ആക്സിലേറ്ററും. അപ്പം ഞാൻ വാലേ ആകുമ്പോൾ ഞാൻ അത് ഊരി കൊടുക്കും. സോ ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഐ പുട്ട് ഇറ്റ് ബാക്ക് ആൻഡ് ഡ്രൈവ്. അപ്പോൾ ഈ അങ്ങനെ എന്തോ ഒരു വാലേ കൊടുത്തിട്ട് ഞാൻ തിരിച്ചിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആക്സിലേറ്റർ ഇച്ചിരി ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ ഈ ദുബായ് അലൈൻ ഹൈവേയിൽ പോകുമ്പോൾ പെട്ടെന്ന് ഈ ഭാഗ്യത്തിന് വൈറ്റ് ആയിരുന്നു, ഒത്തിരി വണ്ടികളും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ആക്സിലേറ്റർ താഴെ വീണ് പോയി. അപ്പോൾ ഒരു പ്രാവശ്യം വീണ എനിക്ക് ഓൺ ദ വേ ഡ്രൈവിംഗ് ഐ കനോട്ട് ഫിക്സ് ഇറ്റ് ബിക്കോസ് നല്ല പോലെ ഒന്ന് ബെൻഡ് ചെയ്യണം. അപ്പോൾ ഐ വാസ് ലൈക്ക്, അപ്പോൾ ബ്രേക്ക് മാത്രം വർക്ക് ചെയ്തുള്ളൂ. പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ടായതുകൊണ്ട് ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് ഇത് മെയിൻ റോഡിന് നടക്ക് വീഴുമ്പോൾ ഐ വാസ് ലൈക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒരു ചെറിയ നമ്മുടെ മിഡ് സ്പോട്ട്സ് ഇല്ലേ, മറ്റേ വൈറ്റ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് അവിടെ പോയി നിർത്തിയിട്ട് ഭാഗ്യത്തിന് ഐ വാസ് സേഫ്. അവിടെ നിർത്തിയിട്ട് വിൽസ് യു വോണ്ട് ബിലീവ് ഇറ്റ്, അവിടെ നിർത്തി. ആൻഡ് ഐ എം നൗ പാർക്കിംഗ് വണ്ടി ഇട്ടിട്ട് ഐ എം ട്രൈങ് ടു ഫിക്സ് ഇറ്റ്. മേളിൽ നോക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സോ വിത്തിൻ 2 minutes ഒരു പോലീസ് ജീപ്പ് പുള്ളി ഇറങ്ങി വന്ന് ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്? ഐ എം ലൈക്ക്, നോ ഐ ഹാവ് പീപ്പിൾ ഓട്ട് ടെർമിനേറ്റ് ഹാൻഡ് കൺട്രോൾസ് വെച്ചാണ് ഓടിക്കുന്നത്. ഇത് ഹലാസ്, അപ്പോൾ വി ടേക്ക് യുവർ ടൈം. ഇല്ല, യു നീഡ് ഹെൽപ്പ്? ഐ എം ലൈക്ക്, നോ ഐ എം ഫൈൻ, ഐ ക്യാൻ ഡു ഇറ്റ്, ഇറ്റ്സ് ഫോർ മീ ഓൺലി ടു ഡു ഇറ്റ്. ഓക്കെ കളർ. ഞാൻ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന വരെ പുള്ളി അവിടെ ഉണ്ടായിരുന്നു.
അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് കേട്ട് സുഹൃത്ത് ഇത് പറയുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓഫ് കോഴ്സ് ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യു എ എന്നൊരു രാജ്യം നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് നമുക്ക് Yeah, എല്ലാവർക്കും ഒരു സപ്പോർട്ട് അറിയാം. yeah. പക്ഷേ സുഹൃത്ത് ഈ സ്റ്റോറി പറയുമ്പോൾ എനിക്കിത് ആക്ച്വലി എൻ്റെ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അവർ എത്ര സപ്പോർട്ടാണ് ഇപ്പം Yeah. നാട്ടിലിരുന്നാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ യു എ എന്ന് പറയുന്ന രാജ്യം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കണ്ട Very ഒരു supportive, very വലിയൊരു supportive. ഇതാണ് അത് അത്. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ മാത്രമല്ല, ലൈക്ക് ഈവൻ ഇഫ് എനിബഡി അതെ ആ അതെ അതെ ഡബിൾ ഇൻഡിക്കേറ്റർ ആ തീർച്ചയായിട്ടും യെല്ലോ തീർച്ചയായിട്ടും ലൈനിൽ അവിടെ നിൽക്കുവായിരുന്നെങ്കിൽ അവർ വന്ന് ചോദിക്കും നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ എന്ന്. ആൻഡ് ദാറ്റ് ഈസ് വെരി റിമാർക്കബിൾ. നമുക്കിപ്പോൾ ദുബായ് പറയുന്ന പോലെ ഒരു പെണ്ണിന് 1 മണിക്ക് രാത്രി പോലും ഇവിടെ കോൺഫിഡൻറ്റ് വെച്ച് നടക്കാം, ഒരു 100% പേടിയുമില്ലാതെ. തീർച്ചയായിട്ടും ആൻഡ് ഇഫ് സംതിങ് ബൈ ഗോഡ് ഫോർബിഡ് ഹാപ്പൻസ്, അതെ ഒരു 1/2 മണിക്കൂർ 3 മണിക്കൂർ അവന്മാർ എവിടെയാണെങ്കിലും ഇവന്മാർ പൊക്കിയിട്ട് ലോക്കാക്കും. റൈറ്റ് അതിനുള്ള ഒരു ഗ്യാരണ്ടി എവറിബഡി ഹാസ് ഇറ്റ്. സേഫ്റ്റി, സെക്യൂരിറ്റി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. നമ്മൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണ്ട. ലൈക്ക് ഐ ലവ് ദിസ് കൺട്രി ദാറ്റ് മച്ച് ബിക്കോസ് ഇറ്റ് ഗേവ് മീ, എന്നെ പോലും ഇത്ര എനിക്ക് തന്നത് ദിസ് കൺട്രി ഇറ്റ് ഇസ്, യു നോ. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അല്ല, സോ ദുബായ് പോലീസ് പ്ലേഡ് എ വെരി ഗുഡ് റോൾ. ഒരു പ്രാവശ്യം വേറെ ഇത് ഒരു ഇൻസിഡൻറ്റ്. രണ്ടാമത്തത് എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി ഇൻ ദ മിഡിൽ ഓഫ് എ റൗണ്ട് അബൌട്ട് വിച്ച് വാസ് വേ വേഴ്സ്. അത് ഭയങ്കര ഒരു പ്രശ്നമായത്. ആൻഡ് ആ സമയത്ത് തന്നെ ഒരു 1-2 റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഐ തിങ്ക് വിത്തിൻ 5 minutes one police guy came behind, stopped me out. എൻ്റെ വണ്ടി വാസ് ഇൻ സച്ച് എ വേ ദാറ്റ് എൻ്റെ 2 ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു. അവർ നടന്നു വന്നു. പിന്നെ അവരെന്നെ പിന്നെ വണ്ടിയിൽ നിന്ന് പൊക്കേണ്ടി വന്നു ബിക്കോസ് എനിക്ക് വീൽ ചെയർ വെക്കാൻ പറ്റാത്തതുകൊണ്ട്. ലൈക്ക് ഇറ്റ്സ് എ റൗണ്ട് അബൌട്ട് റൈറ്റ്. അവിടെ നിന്ന് ഇറക്കിയിട്ട് അപ്പം ഇനി റൗണ്ട് അബൌട്ട് നമ്മൾ നോർമലി ഒന്ന് പിന്നെ ടോ ട്രക്കൊക്കെ വന്നിട്ട് വണ്ടി ഇറക്കി. പിന്നെ നമ്മൾ റൗണ്ട് അബൌട്ടിൻ്റെ സെൻറ്ററാ, സേഫ്റ്റിയിലോട്ടൊന്ന് ക്രോസ് ചെയ്യണ്ടേ. ഈ പുള്ളിയുടെ വണ്ടിയാണ് പകുതി റൗണ്ട് അബൌട്ട് ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മളെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടാണ് പുള്ളി നമ്മളെ വിട്ടത്. ദിസ് ഈസ് ദുബായ് പോലീസ്, ഐ ടെൽ യു ഗൈസ്. ലൈക്ക് ഇറ്റ്സ് ബ്രില്യൻറ്റ്. ഇനി നോക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സുഹൃത്ത്, ഇത്രയും സുഹൃത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എന്ന് വെച്ചിട്ട് ഹൂസ് യുവർ റോൾ മോഡൽ? എനിക്ക് ഐ ടെൽ യു വാട്ട്, ഓക്കെ, എൻ്റെ ചെറുപ്പത്തിൽ 2 people have impacted my life. അത് സ്പോർട്സിൻ്റെ ഫീൽഡ് ലൈക്ക് മേ ബി ബിക്കോസ് എനിക്ക് അത്ര ഒരു അത് ഇറ്റ്സ് സംതിങ് വെരി ക്ലോസ് ടു മീ റൈറ്റ്, സ്പോർട്സ്. ആൻഡ് അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്ന ഫാക്ടർ. കോബി ബ്രയൻറ്റ് വാസ് എ വെരി ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ മൈ ലൈഫ് ഇൻ ടേംസ് ഓഫ് മൈൻഡ് സെറ്റ്, മെൻറ്റാലിറ്റി. അപ്പോൾ പുള്ളി ഹാസ് എ തിങ് കോൾഡ് മാബ മെൻറ്റാലിറ്റി. സോ എനിക്ക് ഈ കോൺസെപ്റ്റ് ഓഫ് സംബഡി ഹൂ വാണ്ട്സ് ടു ഔട്ട് വർക്ക്, എല്ലാവരെയും കാട്ടിലും ഔട്ട് വർക്ക് ചെയ്യണം, അവരെക്കാട്ടിലും ബെറ്റർ ആക്കാന്നല്ല. പക്ഷേ ഹീ വാണ്ട്സ്, യുനോ, അവൻ്റെ പുള്ളിയുടെ ട്രെയിനിങ് വാസ് ലൈക്ക് ഇൻ സിമ്പിൾ. ഞാൻ പറയാം, ഒത്തിരി ഡീറ്റെയിൽ പോകത്തുണ്ട്. നമ്മൾ രണ്ടുപേരും ട്രെയിനിങ് വരുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും 2 മണിക്കൂർ കഴിഞ്ഞ് ചത്തിരിക്കുക. എന്നാലും ഞാൻ ക്രോൾ ചെയ്തിട്ട് ഞാൻ പോകും ബിക്കോസ് എനിക്ക് നിന്നെ അറിയിപ്പിക്കണം നിന്നെക്കാട്ടിലും ഐ എം റെഡി ടു വർക്ക് ഹാർഡ്, you know. So he was one of the greatest players in the world. And so avan pullina patti, and even Mike Tyson, because of boxing connection, like the mentality, the mindset, appo idokke padichittana I got that mentality. Like why not you? ആരാണ്ട് ചോദിച്ച പോലെ ഒരു ബാസ്കറ്റ്ബോൾ കോൺഫറൻസിൽ ചോദിക്കുക, are you really happy that you are an MVP, the most valuable player of that particular year? പുള്ളി ചോദിച്ച ചോദ്യ, no, I'm not surprised. You know why? Because I asked myself, why not me? മൈക്കിൾ ജോർഡൻ ക്യാൻ ബിക്കം MVP, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാസ്കറ്റ്ബോൾസ്, ഞാൻ എന്താ ആയിക്കൂടാ? അതിൽ ഞാൻ ചോദിച്ചുള്ളൂ, വൈ ഐ ജസ്റ്റ് ആസ്ക് മൈസെൽഫ്, വൈ കാൻ ഐ ബി ദ ഗ്രേറ്റസ്റ്റ്? ഹൂ സ്റ്റോപ്പിംഗ് മീ? അല്ലേ? നമ്മൾ എന്തിനാ എപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് പറ്റില്ല, അവൻക്കേ ഇവൾക്കേ പറ്റത്തുള്ളൂ എന്ന്. സോ I mean, these are my inspirations, you know, in the life. And, you know, pretty much. I'm sure സുജിത് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞില്ല ആ കാര്യമാണ്. അതായത് എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കറിനേക്കാളും സുജിത് ഇതിന്റെ ലൈഫിൽ നിന്നാണ് ഇത് പറയണത്, ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഞാൻ കാര്യങ്ങളാണ് ഭയങ്കര പെയിനിൽ പോയ ഒരാളാണ് കേട്ടോ. ഞാൻ പെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ കണ്ട കാര്യങ്ങളൊക്കെ യു കെ നോട്ട് ബിലീവ് വാട്ട് ഐ ഹവ് സീൻ. ഹോസ്പിറ്റലിൽ നടന്ന കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ്, എനിക്ക് അനസ്തേഷ്യ വേണ്ട ബിക്കോസ് എനിക്ക് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കണ്ടത് ആൾക്കാർക്ക് ആലോചിക്കാൻ പോലും, ഞാൻ പോഡ്കാസ്റ്റിൽ പറയുന്നില്ല, ബട്ട് ആലോചിക്കാൻ പോലും പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. ഐ ബിക്കെയിം ഒരു സമയത്ത് വെരി കോൾഡ് ആൻഡ് വെരി ഡാർക്ക്. എന്നെ പിന്നെ എന്ത് ചെയ്താലും എന്നെ ഒരു റിയാക്ഷൻ പോലും കിട്ടാത്ത ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ലോൺലി ആയിട്ടുണ്ട്. എനിക്കുള്ള ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ളൊരു സമയത്തുണ്ട്. എനിക്ക് വേദന വെച്ച് വിറയലായിട്ട് 10 ദിവസം ഞാൻ കിടന്നിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ത്രൂ എവറിത്തിങ്. ഡിപ്രഷൻ ആണോ ഡിപ്രഷൻ, ലോൺലി ആണോ ലോൺലിനെസ്. ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി മരിച്ച ഒരാൾ. ആ സമയത്ത് എനിക്ക് ഒരു കുഞ്ഞും ഇല്ലാത്ത ഒരു ഫീലിംഗ് കൂടി ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഐ വാസ് ലോൺലി. ഐ വാസ് ഇൻ എ ലോക്ക്ഡ് അപ്പ് ഇൻ എ റൂം. ഈ വൈദ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം സർജറി, ഹോസ്പിറ്റൽസ് ആൻഡ് നീഡിൽ ഇഞ്ചെക്ഷൻസ് ഫോർ ഇയേഴ്സ്. അവിടുന്ന് പൊക്കി വന്നതാ.
അതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത്, നമ്മുടെ ലൈഫിൽ സക്സസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റിനും എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ഒപ്പം Yeah. നിൽക്കാൻ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചറിയത്തില്ല. നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നം വരുന്ന സമയത്ത്, നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൂടെ എത്ര പേര് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ Absolutely. ഐ ആക്ച്വലി സുജിത്തോട് അത് ചോദിക്കണം. കാരണം സുജിത്ത് കോളേജിൽ പഠിച്ചു. സുജിത്ത് ഇപ്പോൾ എന്നോട് അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ചാവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ അത് ചോദിക്കാൻ ഞാൻ വിട്ടുപോയ കാര്യമാണ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം എങ്ങനെയായിരുന്നു സുജിത്തിൻ്റെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടെ നിന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു പ്രശ്നം വരുമ്പോഴേ Yeah, അറിയാൻ it's true പറ്റുള്ളൂ. because നമ്മൾ ഇത് സിങ്ക് ചെയ്യാൻ പോലും ഇച്ചിരി സമയം എടുത്തു, യുനോ ലൈക്ക് വാട്ട് ഹാസ് ഹാപ്പൻഡ്. പക്ഷെ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാവലിക്കരയിൽ ഒന്ന് ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും എല്ലാവരും വിളിക്കുമായിരുന്നു ബാംഗ്ലൂരിൽ. ഹേ ഗൈസ്, മിസ്സിങ് യു, ലൈക്ക് യുനോ കാൺ വെയിറ്റ് ടു കം ബാക്ക്. ഞാൻ വിചാരിക്കും ഇത് ഇന്നോ നാളെ തീർന്നിട്ട് ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫായി പോകുന്നത്. ആൻഡ് ആ സമയത്ത് എവറിബഡി വാസ് എൻകറേജിങ് ഓൾസോ. പിന്നെ ഐ റിമെമ്പർ വൺ ഓഫ് മൈ സീനിയർ ഒരു പ്രാവശ്യം ചോദിച്ചു, എടാ സുഹൃത്തെ, നീ അവന്മാരെ വിളിക്കുവാണോ അവർ നിന്നെ വിളിക്കുവാണോ? നമ്മൾക്ക് അതിലെന്തോ വലിയ വ്യത്യാസം, സംസാരിക്കുന്നുണ്ടോ? ഇല്ല, ഹൂസ് കോളിങ് ഹൂ? ലൈക്ക് ഞാൻ വിളിക്കുന്നുണ്ടോ അവരെ, ബിക്കോസ് ഐ ഹാവ് ദ ടൈം. എന്ന ഒരു കാര്യം ചെയ്ത് നീ നിർത്ത്, സ്റ്റോപ്പ് കോളിങ് എനിവൺ. ആരൊക്കെ നിന്നെ തിരിച്ചു വിളിക്കുന്നത് നോക്ക്. ഐ ഡിഡ് ദാറ്റ്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഐ ബെയർലി ഗോട്ട് 1 or 2 വിളി ബാക്ക്. ദാറ്റ്സ് വെൻ ഇറ്റ് ഹിറ്റ് മീ. ഓ ഷിറ്റ്, ലൈക്ക് നൗ ഞാൻ ഇപ്പോൾ ഒരു ഫൊഗോട്ടൺ സ്റ്റോറിയാണ്. ഇപ്പം ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു കുഞ്ഞുമില്ല. ആൻഡ് ഈവൻ വെൻ ഐ കെയിം ടു ദുബായ്, എനിക്കൊരു സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പോഴും വലിയൊരു ഇതില്ലായിരുന്നു. പിന്നെ വെൻ ഐ പുട്ട് മൈ ആദ്യത്തെ സ്റ്റെപ്പ് ഫോർവേഡ്, വെൻ ഐ സ്റ്റാർട്ടഡ് ബോഡി ബിൽഡിങ്, ഞാൻ പിന്നെ ഇച്ചിരി ഒന്ന് റേഡിയോയിലും എല്ലാം കയറാൻ തുടങ്ങിയപ്പോൾ, ഇച്ചിരി ഫെയിം ആയി വന്നപ്പോൾ പിന്നെ വന്നു കുറെ ആൾക്കാർ. അന്ന് അവരൊക്കെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇല്ല. That is very true, സുജിത്ത്. അത് സുജിത്തിന്റെ ലൈഫിൽ നിന്ന് മാത്രമല്ല, ഈ ഒരു ആക്സിഡന്റ് വന്നപ്പോഴാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ കൂടെ എത്ര പേര് നമുക്ക് അപ്പോഴേ ശരിക്കും, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമില്ലേ, എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഫെയിലിയർ വരണം. അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഫെയിലിയർ നമ്മൾ മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കണം. റിയലി അത് സത്യമാണ്. നമ്മൾ സക്സസ് അല്ല നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മൾ ഫെയിൽ ചെയ്തില്ലെങ്കിൽ നമുക്കറിയത്തില്ല ജയത്തിന്റെ സന്തോഷം, നമുക്കറിയത്തില്ല. യു ഹാവ് ടു ഫെയിൽ. You have to try as much as things you want in life, but you have to fail at one point and you have to pick yourself up. And no matter how many of times, ഞാൻ ഒരു കാര്യം പറയട്ടെ, if you want to be strong in life and grow in life, no, how you feel എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അത് നീ ആ സൈഡ് ഓഫ് നമ്മുടെ ലൈഫ് നീ ഷണ്ണിയെ. വെദർ യു ആർ സാഡ്, യു ആർ ബാഡ്, യു ആർ ഫീലിംഗ് ലോൺലി, യു ആർ ഫീലിംഗ് ഡിപ്രസ്ഡ്, യു ഫീൽ അയ്യോ എനിക്ക് വേറെ ഒരു പാർട്ട്ണർ, ഓൾ ദിസ് റബ്ബിഷ്, ലീവ് ഇറ്റ് അസൈഡ്. ലീവ്. ഞാൻ ഐ എം 33 now. Okay, I know my friends who are like 35, അയ്യോ ഞാൻ ഇപ്പോഴും സിംഗിളാ. Leave all this on the side. Doesn't matter. No emotions, doesn't matter. ആ ഇമോഷൻസ് ഫാക്ടർ നീ സൈഡ് വിട്. Then you start moving forward. Yeah, that's right. ചെയ്യേണ്ട കാര്യം ചെയ്. That's how I live. I also have reasons I'll give. അയ്യോ 12 മണിക്കൂർ വർക്ക് ചെയ്തു, ബ്ലോഗ് ചെയ്തു, ഇന്റർവ്യൂ കൊടുത്തു, ടയർഡ്, ബോഡി ജിം. I'm like, no, I have to do. It's not negotiable. Yeah, that's true. And സുജിത്ത് വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിങ് പറയേണ്ടതായിരുന്നു. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ വണ്ടിയിലിരിക്കുമ്പോൾ നമ്മൾ അധികം സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ പോഡ്കാസ്റ്റ് 2 മണി, അതായത് സുജിത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. ആൻഡ് ഐ നോ ദാറ്റ് കുറേ ആൾക്കാർക്ക് അറിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് അറിയാത്ത ആൾക്കാരുടെ ഞാൻ ചോദിക്കുന്നില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡറായിട്ട് സുജിത്ത് കോശി വർഗീസ് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറയൂ. It's a long journey. Yes, I know, കുഴപ്പമില്ല, ഞാൻ കേൾക്കാൻ തയ്യാറാ. Long journey. ഞാൻ നിങ്ങൾ കേൾക്കാൻ റെഡി അല്ലേ? 2017 ഞാൻ പറയാം, ഒരു ഷോർട്ട് ഹൈലൈറ്റ്സ് ഇട്ട് പറയാം. 2017 ഞാൻ എൻ്റെ ദുബായ് ടൂറിസം എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ഓപ്പർച്യൂണിറ്റി തന്നപ്പോൾ ഐ ബിക്കേം മറ്റേ ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് ഒഫീഷ്യൽ അംബാസിഡർ. ആ സെയിം ഇയർ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് സർജറിയിൽ വെൻ ഐ വാസ് ദെയർ, എൻ്റെ ക്രിസ് ഫെയ്ഡ് വന്ന് എന്നെ ആ സമയത്ത് ഹോസ്പിറ്റലായപ്പോൾ എനിക്ക് ഈ റാപ്പ് മ്യൂസിക്കിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. സോ ഐ മെയ്ഡ് എ സ്മോൾ റാപ്പ് ആ ഹോസ്പിറ്റൽ നോട്ട് പാഡിൽ തന്നെ. അത് ഇവനെ കാണിച്ചിട്ട് ഇവൻ അടുത്ത ദിവസം അത് റേഡിയോയിൽ അവൻ കളിച്ചു. അത് കാരണം ദ എക്സ് മിസ് വേൾഡ് സെലീന ജെറ്റ്ലി എന്നെ ഇത് കേട്ടിട്ട് ട്വീറ്റ് ചെയ്തു. She tweeted about it, and ആ വർഷം എനിക്ക് ഇമെയിൽ വന്നു from Masala Awards saying that Sujit, we are nominating you for an award saying the most inspirational personality 2017. Wow. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് കിട്ടിയ അവാർഡാണ് അത്. സോ ദാറ്റ് വാസ് എ ബിഗ് ഹൈലൈറ്റ് ഫോർ മീ. അപ്പോൾ അത് കാരണം ഐം ലൈക്ക് വെയിറ്റ്, ഞാൻ ഒരിക്കലും എൻ്റെ റാപ്പ് വെളിയിലെടുത്തില്ല ബിക്കോസ് തിങ്കിങ് ആൾക്കാർ എന്താ വിചാരിക്കും എന്ന്. യുനോ ഐ മീൻ ഓൾ ദിസ് ഇസ് ബിൽഡ് ഓവർ ടൈം. അപ്പോൾ അത് വന്നപ്പോൾ ആക്സിഡൻ്റലി ആരാണ്ട് ഇട്ടപ്പോൾ I landed a Masala award and I received the award in front of Govinda. Sridevi was there. Arjun Rampal was there. Baman Irani ആയിരുന്നു സ്റ്റേജിൽ എന്നെ താഴെന്ന് വിളിച്ചത്. So it was like a very big prestigious thing, you know. And അവിടുന്ന് the next year 2018
ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഐ പുൾഡ് എ കാർ. ഞാൻ ഒരു 1200 കിലോയുടെ വണ്ടി ഇൻ നെബ്രാസ് ഇന്റർനാഷണൽ സ്കൂൾ ഇൻ ഫ്രണ്ട് ഓഫ് about 30-40 students with Virgin Radio. ഞാൻ വണ്ടി വലിച്ചു ഫോർ 10 മീറ്റർ ജസ്റ്റ് ഫോർ ദ പേർപ്പസ് ടു ഷോ പീപ്പിൾ ദാറ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു വീൽ ചെയറും ഒരു 1.2 ടണ്ണിൻ്റെ വണ്ടി ഇവൻക്ക് വലിക്കാൻ പറ്റുമെന്ന് 90% ആൾക്കാർ പറഞ്ഞത് നോ. ബട്ട് വാട്ട് ഇഫ് യു സോ ദി ഇമ്പോസിബിൾ ഹാപ്പൻ ഇൻ ഫ്രണ്ട് ഓഫ് യു? അപ്പം നിങ്ങൾ വിചാരിക്കത്തില്ല നിങ്ങളുടെ ലിമിറ്റേഷൻസ് മൈൻഡിലായിരുന്നു. ഈ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇൻസിഡന്റ് ചെയ്തത്. ശരിക്കും കാർപൂൾ ചെയ്യാനുള്ളത് ഞാൻ അത് കണ്ടിരുന്നു. അത് അതിനുള്ള റീസൺ എന്താ? അതൊരു മൈൻഡ് എവിടെ നിന്നാണ് ആ ഒരു തോട്ട് വന്നത്? അല്ലെങ്കിൽ സുജിത് ശരിക്കും ഒരു കൊച്ചിലെ തൊട്ട് ഒരു അഡ്രിനാലിൻ റഷ്, ഒരു എനർജി പേഴ്സണാലിറ്റി ആണോ? ഇതൊക്കെ പിന്നെ വന്നത് ഇത്ര അഡ്രിനാലിനൊക്കെ അല്ല. ആ സമയത്ത് ഐ തോട്ട് അബൌട്ട് ഇറ്റ് ഇൻ 2017. അപ്പൊ 2017 കുറെ പ്രാക്ടീസ് ചെയ്തു, മോയസ്നായിലെ കുറെ ബോധം കെട്ടു, കുറെ അങ്ങനത്തെ കുറെ സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരുന്നു. പരിപാടി തുടങ്ങിയിരുന്നു അല്ല, ലൈക്ക് ടു പ്രാക്ടീസിങ് ബിക്കോസ് ഐ നീഡ് ടു നോ. അപ്പൊ ഞാൻ ആക്ച്വലി പ്രാക്ടീസ് ചെയ്ത 2 വണ്ടി വെച്ചാ. ഐ ട്രൈഡ് 2 കാർസ് ബാക്ക് ടു ബാക്ക്, ആൻഡ് ലാസ്റ്റ് കാറിന്റെ എന്റെ ചെസ്റ്റിന്റെ അവിടെ. അപ്പോൾ ഐ യൂസ് ടു പാസ് ഔട്ട് ഇൻ മോയസ്ന പാതിരാത്രിക്ക്, ബിക്കോസ് ആരും അറിയത്തില്ല, വീട്ടുകാർക്ക് അറിയത്തില്ല. അത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ പറയുകയാണെങ്കിൽ എന്നെ പുറത്താക്കിയത്. സോ ആരോടും ഞാൻ പറഞ്ഞില്ല. സോ ഞാൻ രാത്രി തന്നെ വെളി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ ഒരു ബാഗ് കയറൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും പോയി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ഏറ്റവും വലിയ തെറ്റെന്ന് സംഭവിച്ചാൽ മോയസ്നയുടെ റോഡ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഫ്ലാറ്റ് അല്ല, ഇച്ചിരി ഇൻക്ലൈൻ ആണ്. അപ്പം ഞാൻ ഈ 2500 കിലോസ് വലിക്കുന്നത് ഇറ്റ്സ് ചെറിയ ഇൻക്ലൈൻ ആണെങ്കിലും അത്ര പ്രഷർ എൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. സോ ഇത് ചെയ്ത് ഫൈനൽ ഡേ നാളെയാണ് മെയിൻ ഇവന്റ്. അന്ന് രാത്രി 2 മണിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ദിവാലിയുടെ രാത്രി എൻ്റെ ഫ്രണ്ടും അവളുടെ കൊച്ചുങ്ങളൊക്കെ വെച്ച് കൊച്ചാ മോയസ്നെ വന്ന് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പാസ് ഔട്ട് ആവുന്ന ഒരു രീതിയായി, വെള്ളമൊക്കെ ഇട്ടിട്ട്. പിന്നെ മനസ്സിലായത് നമുക്ക് ഇൻക്ലൈനും ഡിക്ലൈൻ സ്ലോപ്പിന്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഒരു വണ്ടി ചെയ്തു. പക്ഷെ ഇതായിരുന്നു മെയിൻ ഗോൾ, നമുക്ക് ആൾക്കാരെ കാണിക്കാൻ തന്നെ യു ക്യാൻ ഡു ഇഫ് യു the impossible happens in front of you. 2018 that happened. 2019 something and all happened, with Dubai tourism I did something. 2020 ആയപ്പോൾ 2019 I think I wrote എൻ്റെ ഫസ്റ്റ് റാപ്സ്. എന്നെ ഒരു കമ്പനി അപ്രോച്ച് ചെയ്ത് ചോദിച്ചു, സുജിത് നമ്മളൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നുണ്ട് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, ആൻഡ് നീ അതിന് വേണ്ടി ഒരു പാട്ടുണ്ടാക്കണം എന്ന്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മോ, ഞാൻ ഒരു പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങണം? സോ ഐ മെയ്ഡ് എ സോങ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഐ എം മേക്കിംഗ് എ സോങ് ഫോർ ഇന്ത്യൻ രാഗ, and I'm part of Indian Raga, and I want you to make a song for Indian Raga. That was my first challenge. Idum 2019 la sambhoikkunnathu. I'm like, Indian Raga, India Thalam beat. So I made this one, okay? From the land the stars were born with some scars, feeling of the beats of Indian Raga, for the music and the dance to be bought as one. Now this is bigger than everyone, from a sound of the nation to utter domination. We conquer every fear with the tap correlation. Music and dance, it gives us free stance. Peace and love we need in advance, from a rich to the famous, poor to the blameless. We come from a country that made us courageous. Talam and beat becomes Sangeet, dancing all the way from the room to the streets. We got Step Up 3 that's playing on repeat. The mantra, the raga, Om Namah Shivaya, dance of the kings that makes a bit higher. Power of the Om from the Lord Shivaya comes with a boom and sets you on fire. So this is what I wrote for Indian Raga. Appo idu arande ketittu they're like, we are doing a documentary on people of determination and we want you to do a song. So I thought about it and I came up and the first official music video which is Determined. So it's saying what am I determined? അതായിരുന്നു 2020 ഞാൻ വേൾഡ് ട്രേഡ് സെന്ററിൽ റിലീസ് ചെയ്തത്. സോ and then അതിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി 2017, 18, 19 I was already doing TEDx's. എല്ലാ വർഷം I was doing one TEDx. And in 2020 COVID happened, everything kind of paused, but I was still, ഈ സമയമായപ്പോൾ my story was pretty much out there, in the world. And in 2021 September ആയപ്പോൾ I got a DM and Instagram saying from a guy. So I was very progressive this time. So I was always like, what is the bigger thing I can do? 2021 that same year, I went and I took my personal trainer license. Appo Dubai first person of determination wheelchair personal trainer aanu njan. So I did my full course. I got my licensing. So every year I was thinking something big. And our same varshan enike Guinness, this guy messaged me saying, hi, my name is Hassan and I'm from the senior PR department of Guinness World Record. ഞാൻ നിങ്ങളുടെ സ്റ്റോറി കാണുന്നുണ്ട്, ഭയങ്കര ഇൻസ്പിറേഷനാണ്. എനിക്കൊരു ചോദ്യമുണ്ട്, ഡു യു വോണ്ട് ടു മേക്ക് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ്?
ഞാൻ പറഞ്ഞു എൻ്റെ അമ്മോ ദിസ് ഇസ് ദ മെസ്സേജ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ. അതൊന്ന് ആലോചിച്ച് നോക്കുക. സുജിത്തിന് അപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ഈ മെസ്സേജ് അയക്കണ സമയത്ത് വെരി ഇൻസ്റ്റഗ്രാമില്? നോട്ട് ടു മച്ച് ബട്ട് ലൈക്ക് 4,000 സോ 5,000 ജസ്റ്റ് ഇമാജിൻ ഒരു 4000 ഫോളോവേഴ്സ് ഒക്കെ. കാരണം ഇത് ആൾക്കാർക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന് ചിന്തിച്ച് നോക്കി, ഇൻസ്റ്റഗ്രാമിൽ ഒരു 4000 ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ടീം ഇങ്ങോട്ട് മെസ്സേജ് അയക്കാണ്. ഓ മൈ ഗോഡ്. So it is the heart, no? Where your heart is. Fake avla, but where your heart is. Authenticity. So that's what I followed my heart and I did it. Itra journey വന്നല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു you want to break a world record. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കഷൻസ് ആയി. 1 full year എടുത്തു ടു പ്ലാൻ ഇറ്റ് ഔട്ട്. ബിക്കോസ് കുറേ അവരൊരു 10 ഓപ്ഷൻസ് എനിക്ക് തന്നു. അത് കറണ്ട് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സാണ്. അപ്പോൾ അതിനകത്ത് ഒന്ന് വണ്ടി വലിക്കുന്ന ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ഐ ലൈക്ക് സി ഇത് ഞാൻ ഓൾറെഡി ചെയ്തു ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. അത് എന്തോ ഒരു ടൈം പീരിയഡിൽ ഇത്ര മീറ്റർ ക്രോസ് ചെയ്യണം അങ്ങനെ. 10 ഓപ്ഷൻസിന് എനിക്ക് 7 എണ്ണം ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ഫിസിക്കൽ ലിമിറ്റേഷൻസ്. ലൈക്ക് യു നീഡ് മോർ ട്രങ്ക് കൺട്രോൾ ടു ഡു ദാറ്റ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ലെറ്റ് us discuss, we'll come back. 1 week they come back, they're like, Sujit, let us make the largest GPS logo in the world. And പിന്നെ പഠിച്ചത്, so what happens is, we'll see, I will have a tracker. എൻ്റെ കയ്യിൽ ഒരു ട്രാക്കർ ഉണ്ട്. നമ്മൾ ഈ GPS ഇടുമ്പോൾ നമ്മൾ യൂഷ്വലി റെഡ് ലൈനിനെ ഫോളോ ചെയ്യുമല്ലേ. ഇത് ഞാൻ റെഡ് ലൈൻ ഉണ്ടാക്കുക. സോ ഞാൻ ഉണ്ടാക്കുമ്പോൾ റോഡിൽ വീൽ ചെയ്തിട്ട് ഒരു റെഡ് ലൈൻ ഒരു ലോഗോ ഉണ്ടാക്കണം. അടുത്ത ചോദ്യം ഏതാ ലോഗോ? സോ വി ഗോട്ട് ഡിസ്കസിങ് ആൻഡ് വി ഡിസൈഡഡ് we will do the wheelchairs logo. അതിൽ ഇറ്റ്സ് വെരി പവർഫുൾ. ഇനി അപ്പോൾ വീൽ ചെയർ ലോഗോ പിന്നെ ഞാൻ റോഡിൽ ഒരു മാപ്പ് എടുത്തിട്ട് ഞാൻ നോക്കണം ഏത് റോഡ് എങ്ങോട്ട് പോകും, ഒരു തല ഇരിക്കാൻ, ഒരു ബോഡി, ഒരു വീല്, ഒരു കാല്, ഒരു കൈ, ഇതെല്ലാം നമുക്ക് ഫേവറബിളായി വരണം. ഒരു റോഡും ഒരു റൂട്ടും വരണം. ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. സെലക്ട് സുജിത്, അത് നീ തന്നെ ചെയ്തേ പറ്റും. സോ ഐ ടുക്ക് മാപ്പ് മൈ റൺ. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് മാപ്പ് മൈ റൺ ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ദുബായിയുടെ സാറ്റലൈറ്റ് വ്യൂ എല്ലാം കാണാൻ പറ്റും. സാറ്റലൈറ്റ് വ്യൂ, സ്ട്രീറ്റ് വ്യൂ എല്ലാം കാണാൻ പറ്റും. സോ ഐ സ്പെൻഡ് അബൌട്ട് 1 week. ഇനി നോക്കുക കർത്താവ്, ദുബായിൽ എവിടെയാ റൗണ്ട്, എവിടെയാ വീൽ ചെയറിന്റെ ഒരു ലോഗോ ഫിറ്റ്, റോഡ് ഫിറ്റ്. അതൊരു ശരിക്കൊരു ചലഞ്ച് തന്നെ That was the biggest challenge. So then I saw about it. I saw and I was like, ഈ മറ്റേ പാമ്പ് ഹാഫ് സർക്കിൾ അല്ലേ, അപ്പൊ അത് നോക്കി. ബട്ട് ഇറ്റ്സ് ഓൺലി എ ഹാഫ് സർക്കിൾ, ഇറ്റ്സ് എ വെരി ഡെഡ് ഇത്. അടുത്ത് നോക്കിയത് JVC, ബിക്കോസ് ജുമേറ വില്ലേജ് സർക്കിളിൽ അതും ഒരു വലിയ സർക്കിളാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ടയർ ഒന്ന് റെഡി ആയാൽ ബാക്കി നമുക്ക് ബോഡിയും അങ്ങനത്തെ റോഡ് ഉണ്ടാവുന്നത്. അപ്പോൾ JVCയും ബിഗ് ഫ്ലോപ്പാണ്. പിന്നെ ഉള്ളത് ഗ്ലോബൽ വില്ലേജ്. പക്ഷെ ഗ്ലോബൽ വില്ലേജിലും ആ ഡിസൈൻ അങ്ങ് വരുന്നില്ല. നോക്കി വൺ ഡേ എൻ്റെ ഐസ് മറ്റേ ഡൗൺ ടൗണിൻ്റെ ആ ഫൗണ്ടനിലോട്ട് പോയി. ആ ഏരിയ ഡൗൺ ടൗണിൽ ഐ ലൈക്ക് സ്റ്റാർട്ടഡ് കറക്റ്റ് വീല് വന്നു, അപ്പർ ബോഡി വന്നു, തല വന്നു, കൈ വന്നു, കാല് വന്നു. ആൻഡ് കാല് വന്നപ്പോൾ ദ എൻഡിങ് ഓഫ് ദ കാല് വന്ന ചാലഞ്ച് വരുന്ന റോഡില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ദുബായ് മോൾ. അപ്പം ഞാൻ സാറ്റലൈറ്റ് വ്യൂന്ന് സ്ട്രീറ്റ് വ്യൂ ആക്കി മാറ്റിയിട്ട്, ബിക്കോസ് മാപ്പ് അലൗ ചെയ്തില്ല പോവാൻ. സോ ദെൻ ത്രൂ ദ ദുബായ് മോൾ ആൻഡ് ദെൻ എക്സിറ്റ് കറക്റ്റ് ലെഗുമായി. ഐ വാസ് ലൈക്ക്, ഇനിയും ഐ പിച്ച്ഡ് ഇറ്റ്. ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത് ഇതാ പ്ലാൻ എന്ന്. ആൻഡ് ദേ ലൈക്ക് എത്ര ഡിസ്റ്റൻസ് എന്തുവാ, മിനിമം 7 കിലോമീറ്റർ ആവണം എന്ന് പറഞ്ഞു. ഇത് 8.71 കിലോമീറ്റർ ആയിരുന്നു. ആൻഡ് ഇനി അടുത്ത ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ദുബായ് മോളിൽ ഞാൻ ഇട്ട ട്രാക്കറിന്റെ സിഗ്നൽ പോവാം, ബിക്കോസ് ഇത് പ്രൂഫ് വേണം. അപ്പോൾ സിഗ്നൽ പോവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ദുബായ് മോളിന്റെ താഴെ മൊത്തം പെബിൾസാ, ഈ റോഡല്ല. സോ വെരി ഡിഫിക്കൾട്ട് വീൽ ചെയർ പോവാൻ. അപ്പോൾ അത് എനിക്ക് നോക്കണം. അപ്പോൾ ഒരു ദിവസമൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട് ഒരു സൺഡേ രാവിലെ ബിസി സമയത്ത് ഞാനും അവളും ഇങ്ങനെ പോയി നോക്കുക, പറ്റുമോ, സെക്യൂരിറ്റി ഷൗട്ട് ചെയ്യാം, ഇറങ്ങടാ ഇവിടുന്ന്, ഐ ഹാഡ് ടു ഡു ഓൾ ഓഫ് ദാറ്റ്. പിന്നെ ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്, ദുബായ് മോളിൽ നമ്മൾക്ക് കയറുന്നത് നമ്മൾ സ്ലോപ്പാ, പക്ഷെ ഇറങ്ങുന്നതും നല്ലൊരു സ്റ്റീപ്പാ. ആ സ്റ്റീപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണം. സോ ഐ വെൻറ്റ് ഓൾ ദ വേ ടിൽ ദെയർ. സോ മൈ ഫ്രണ്ട് വാസ് ദെയർ വിത്ത് മീ. ആൻഡ് അത് ഞാൻ ചെയ്തപ്പോൾ അന്ന് ഞാൻ ചെയ്തു അത്. പക്ഷെ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഷോട്ടിൽ ആ സ്റ്റോപ്പിൽ നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് വീഴും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ദിവസം ഈ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇല്ലേ, ഈ സ്ലോപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 7 കിലോമീറ്റർ വീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ബോഡിയുടെ അവസ്ഥ ഒരുമാതിരി സെറ്റ് ആവുന്നില്ല. അപ്പൊ വിചാരിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ അല്ലെങ്കിൽ ഇനി ചാവാണെങ്കിൽ ഇവിടെ ചാവത്തേ ഉള്ളൂ, പക്ഷെ ചത്താണെങ്കിലും ചെയ്യണം. ലൈക്ക് ദാറ്റ് വാസ് ദി ഐഡിയ. എൻ്റെ ഒരു ഈഗോ ഞാൻ അന്ന് അപ്പോൾ ഇവരോട് സംസാരിച്ചു, എല്ലാം അപ്രൂവ് ആയി. ഞാൻ ദുബായ് പോലീസിനെ പോയി കണ്ടു, ഞാൻ ഇമാർ കമാൻഡ് സെന്ററിനെ പോയി കണ്ടു, ഞാൻ ദുബായ് മോൾ മാനേജ്മെന്റിനെ പോയി കണ്ടു. 3 പേരോടും പ്ലാൻ പറഞ്ഞു. എവറിബഡി ഈസ് അലൈൻഡ് ഓൺ ദ ഡേ ഓഫ് ദി ഇവന്റ്, 13th March 2023, 5 AM ദുബായ് ഫൗണ്ടനിൽ ഞങ്ങൾ എത്തി. 30 പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, ഓൾ ടുഗെദർ, ആംബുലൻസ്, മീഡിയ ക്രൂ.
45 മിനിറ്റ്സിൽ അവരെൻ്റെ വീൽ ചെയർ എടുത്തു, അറേഞ്ച് ചെയ്തു, എല്ലാവരും സെറ്റായി ഓർഗനൈസായി. സുജിത്ത് നീ റെഡി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് all the 4-5 police cars എല്ലാവരും സൈഡിൽ റോഡ്സ് ബ്ലോക്ക് ആക്കി. വി സ്റ്റാർട്ടഡ് ദ റേസ്. എൻ്റെ കൂടെ ഒരു പോലീസ് ഓഫീസർ ഓടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ കേസ് നിനക്ക് വെള്ളം വേണമെങ്കിലോ നീ വെള്ളം വീണാലോ പുള്ളി ഒന്ന് സഹായിക്കും. അതുവരെ ആരും നിന്നെ വന്ന് സഹായിക്കാൻ പാടില്ല എന്തെങ്കിലും. ഐ എം ലൈക്ക് ദാറ്റ്സ് ഫൈൻ. സ്റ്റാർട്ടഡ് ഫസ്റ്റ് ദുബായ് മോളിൽ നിന്ന് സ്പ്രിന്റിങ്. ഐ എം റേസിങ് ലൈക്ക് പുള്ളി അങ്ങ് ഓടുക സ്പ്രിന്റിങ്. എൻ്റെ കൂടെ ടൈമിംഗ് ഉണ്ടായിരുന്നു നമുക്ക്. ടൈം ബൗണ്ട് അല്ല, ഡിസ്റ്റൻസ് ബൗണ്ടാ. പക്ഷെ അവര് ദുബായ് പോലീസ് വെച്ച് കോൺട്രാക്ട് ഇട്ട് 3 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്യാമെന്ന്. 3 hours was because but it's Sheikh Zayed road also that too. അത് ഒരിക്കലും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. So and that too we are talking Burj Khalifa's that road to be blocked for 3 hours, you know, so that was a big thing. And തുടങ്ങി first 800 meters or 1 kilometer കഴിഞ്ഞിട്ട്, because this road is not flat, up down, and after 800 meters എൻ്റെ forearms ഒക്കെ വേദന എടുക്കാൻ തുടങ്ങി. I'm like why is, അപ്പോൾ എൻ്റെ മനസ്സിൽ I still remember this, ആ ദുബായ് മോളിൽ കഴിഞ്ഞിട്ട് ആ ബ്രിഡ്ജിൻ്റെ താഴെ കഴിഞ്ഞിട്ട് I'm like എൻ്റെ forearms എന്താ ഇത്ര വേദന എടുക്കുന്നത് ഇപ്പോൾ. അങ്ങനത്തെ ഒരു ചിന്ത വന്നപ്പോൾ പെട്ടെന്ന് 2 കൈയിൽ നിന്ന് 1 കൈയായി മാറി. ലൈക്ക് വേദന എടുത്ത് റെസ്റ്റ് വേണ്ടേ, ലൈക്ക് ആ രീതിയിൽ. അപ്പോൾ ഐ എം കോൺസ്റ്റന്റ്ലി തിങ്കിങ് എടാ തുടങ്ങിയത് പോലും ഇല്ല, നീ ഇപ്പം ടയർഡായോ എന്ന് ആ രീതിയിൽ. ബിക്കോസ് നമുക്ക് ഇതിന്റെ ഗ്രാവിറ്റി അറിയത്തില്ല. നമുക്ക് ചെയ്യണം എന്നൊരു പറയുന്നുണ്ട് ഒരു സംഭവമുണ്ട്. ആക്ച്വൽ ഇവന്റും വേറെ ഒരു സംഭവം. ഐ വെന്റ് അനദർ 400 meters. പാലസ് എത്തുന്നതിന് മുമ്പേ ഞാൻ നിർത്തി. ഈ 8 വണ്ടി എൻ്റെ ബാക്കിൽ. അതിനകത്ത് 6 എണ്ണം പോലീസിൻ്റെയും ആംബുലൻസും മീഡിയ ആൾക്കാരുടെയും. അപ്പോൾ മറ്റേ പോലീസ് ഓഫീസേഴ്സ് വെളി വന്ന് പറഞ്ഞു വാട്ട് ഹാപ്പൻ ടു യു. ഐ എം ലൈക്ക് നത്തിങ്, ജസ്റ്റ് റെസ്റ്റിംഗ്, ഇറ്റ്സ് എ ലിറ്റിൽ ഹേർട്ടിംഗ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഐ എം ബെൻഡിങ് ഡൗൺ ആൻഡ് ഐ എം വെയിറ്റിംഗ്. യു നോ വാട്ട് ഹാപ്പൻഡ്. പുള്ളി മറ്റേ ഓഫീസർ വന്ന് എനിക്ക് വെള്ളം തന്നു. ഐ വാസ് ഡ്രിങ്കിങ് ആൻഡ് ഐ എം ലൈക്ക് ഓക്കെ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആവുന്നത് നീ ഇത് വിചാരിച്ച കാട്ടിലും ഭയങ്കര പാടാവാൻ പോകണമെന്ന്. പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ ആംബുലൻസ്, ലാസ്റ്റ് ഇരുന്ന ആംബുലൻസ് എല്ലാമാരെയും ഓവർടേക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു. ഐ എം ലൈക്ക് വൈ. ഒരു പാരാമെഡിക്സ് വെളി ഇറങ്ങിയിട്ട് പുള്ളി അങ്ങ് ഡോറ് തുറന്നിട്ട് എന്താണ് സാധനം എടുക്കുക. അപ്പോൾ ഞാൻ തിരിഞ്ഞ് ചോദിച്ചു വാട്ട് ആർ യു ഡൂയിങ്. അപ്പോൾ പുള്ളി പറഞ്ഞു നോ വി ആർ ടേക്കിംഗ് ടു ചെക്ക് യുവർ വൈറ്റൽസ്. മൈ മൈൻഡ് വെന്റ് സോ മാഡ്. I'll tell you why. ഞാൻ ആ സമയത്ത് ഐ എം ലൈക്ക് ഇൻ മലയാളം ഞാൻ പറയും, ഇംഗ്ലീഷിലായിട്ട് പറയേണ്ട, ബട്ട് ഐ എം ലൈക്ക് ഡു യു ഈവൻ നോ ഹു ഐ ആം. ലൈക്ക് എൻ്റെ ഈഗോ അടിച്ചതാണ് ആ സമയത്ത്. ഓക്കെ, ഐ എം ലൈക്ക് നിനക്കറിയോ ഞാൻ ആരാണെന്ന്, ഈ വൈറ്റൽസ്, ഈ ഒറ്റ. സോ ദാറ്റ് മേഡ് മീ വെരി ആംഗ്രി. അപ്പോഴാണ് എനിക്ക് ഗ്രാവിറ്റി വന്നത്. ലൈക്ക് ഐ കെയിം ബാക്ക് ടു എർത്ത്. ലൈക്ക് ഡ്രോൺസ് പോകുന്നുണ്ട്, 8-9 പോലീസുകാർ. ഷെയ്ഖ് സാദ് ഇപ്പം നിനക്ക് വേണ്ടി അടച്ചിരിക്കുക. ഇത് പൊന്നു മോനെ, നിനക്ക് ഒരിക്കലും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി ആ ജീവിതത്തിൽ. വീഴുവാണെങ്കിൽ ഇവിടെ വീണോ, പക്ഷെ ചെയ്തിട്ട് ലൈക്ക് യുനോ ദാറ്റ് വാസ് ദി ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവരുടെ ഇറങ്ങുന്നതിൻ്റെ എൻ്റെ ഈഗോ അങ്ങ് ഫയർ അങ്ങ് കൂട്ടി. അപ്പോൾ ഇവർക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഡോർ അടയ്ക്കുന്ന ലൈക്ക് ടു മറ്റേ വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നീഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് വെള്ളം തിരിച്ചു കൊടുത്തിട്ട് ഞാൻ വീൽ ചെയർ അൺലോക്ക് ചെയ്തിട്ട് ഞാൻ വീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവന്മാർ പിന്നെ അയ്യോന്നായി പോയി, പെട്ടെന്ന് ഓടിയിട്ട് കയറിയിട്ട് ബാക്കി ദാറ്റ് എൻറ്റയർ റേസ് ആ സമയത്ത് ഫ്രം ദെൻ ഓൺ ആ എൻറ്റയർ റേസ് ഞാൻ മോസ്റ്റ്ലി ഒരു 85% ആ വീഡിയോ കണ്ട ഞാൻ ഒരു കൈ വെച്ചാ വീൽ ചെയ്യുന്നത്. ബിക്കോസ് ശക്തിയില്ല യുനോ. പക്ഷെ ഗോയിങ് ആൻഡ് ദെൻ വി ഫിനിഷ്ഡ്. ആൻഡ് പിന്നെ ദുബായ് മോളിൽ കയറിയായിരുന്നു എല്ലാവർക്കും ഏറ്റവും വലിയ ചാലഞ്ച്. പിന്നെ ആ സ്റ്റീപ്പില്ലേ, അതായിരുന്നു ഒരു പ്രൈം മൂമെന്റ് ആ റേസിൽ. ബിക്കോസ് ആ സ്റ്റീപ്പ് എല്ലാവരും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ദിസ് ഇസ് ക്വൈറ്റ് എ ഹെവി സ്റ്റീപ്പ്. ആൻഡ് ഞാൻ തളർന്നപ്പോൾ ഇരിക്കുന്ന ഒരു സമയത്താണ് ലൈക്ക് 7 kilometers ഐ വീൽഡ് ആൻഡ് ആക്ച്വലി യുനോ. ആൻഡ് അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പാട്ടിൽ മാത്രം വീഡിയോ കാണുമ്പോൾ ആണെങ്കിൽ എന്നെ ആരും ഫോളോ ചെയ്യുന്നില്ല. എവറിബഡി താഴെ വെയിറ്റ് ചെയ്യുന്നു. ഓൺലി ഹി സേഫ്, പുള്ളിയുടെ പേര്, ഹി ഈസ് ദ ഓൺലി വൺ റണ്ണിങ് വിത്ത് മീ. ബാക്കി എല്ലാം പോലീസുകാരും ബാക്കി വെയിറ്റ് ചെയ്തു. ബിക്കോസ് ഞാൻ വീഴുവാണെങ്കിൽ ബാക്കി വീഴും. അത് ഒറ്റയ്ക്ക് മേളി ലാസ്റ്റിലൊക്കെ വീൽ ചെയ്തിട്ട് ഇത്ര ഇഞ്ചാ മാറുന്നത്. അത് തീർന്നപ്പോൾ ഇനി എനിക്കുണ്ട് 1 kilometer കൂടി തീർക്കാൻ. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അവർക്ക് മനസ്സിലായി റേസ് കഴിഞ്ഞു എന്ന്. പിന്നെ ഐ വീൽഡ് ഓൾ ദി വേ ടിൽ ദി എൻഡ്. അപ്പം തന്നെ മറ്റേ നമ്മുടെ ലാപ്ടോപ്പ് തുറന്നിട്ട് ഇമേജ് കണ്ടു, ഡിസ്റ്റൻസ് കണ്ടു, ടൈമിംഗ് കണ്ടു. 1 hour 25 minutes തീർത്തു. 8.71 kilometers. The Guinness World Record holder Sujit Koshwagis. ആ ഒരു മൊമെന്റ്, അതായത് ആ എൻഡ് ചെയ്തപ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു അല്ലേ? Unreal.
ശരിക്കും പറഞ്ഞാല് ആ സമയത്തൊക്കെ നമ്മൾ ന്യൂസില്ലേ, അതായത് എല്ലാ ന്യൂസ് ചാനലിലും വന്ന സമയത്ത് നമുക്കൊക്കെ ഭയങ്കര ഒരു ഗൂസ് പമ്പ് പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. വൈ? Yeah, ബിക്കോസ് കേരളത്തിൽ നിന്ന്, കാരണം yeah, എല്ലാവരും പറയണത് കേരള എന്നുള്ളത് എന്തായാലും നമ്മുടെ നാട് പറയുമല്ലോ. അപ്പം yeah. നാട്ടിൽ നിന്നുള്ളൊരു മലയാളിയായ സുജിത് കോശി വർഗീസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ സുജിത്തിന്റെ ബാക്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് പോലീസ്, Yeah, ദുബായ് പോലീസ്, ഒരു ക്രൂ ഫുള്ള്. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഹൗ ബ്ലെസ്ഡ് യു ആർ, I'm യുനോ. so അത് blessed. ഇപ്പം ആദ്യം വളരെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുമല്ല, ഐ എം സോ ബ്ലെസ്ഡ്. എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എൻ്റെ മെയിൻ ഐഡിയ, എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ടിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എൻ്റെ ഏറ്റവും ജീവിതത്തിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്സ് ആണ്. പക്ഷെ അതുമല്ല, ഞാൻ വരച്ച ലോഗോ ഒരു വീൽ ചെയറിൻ്റെ ആണ്. അത് എനിക്കറിയാം, എത്ര ലോകത്തിൽ എവിടെയോ ഒരു വീൽ ചെയർ, എത്രയോ പിള്ളേർ, എത്രയോ ആൾക്കാർ ഇരിക്കുന്ന, അവർ കാണുമ്പോൾ നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാന്ന് ഇവന്. റിയലി റിയലി. ദാറ്റ് വാസ് മൈ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ, യുനോ. അപ്പോൾ ദാറ്റ് വാസ്, എനിക്ക് കിട്ടിയ ഒരു 700-800 കമൻസ് ആ പോസ്റ്റിന് കിട്ടി. ഞാൻ എല്ലാം ഓൾമോസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് എത്ര പേര് എഴുതിയിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് ഫോർ റെപ്രസെൻറ്റിങ് അസ്. ട്രൂ. സോ അതും വീൽ ചെയർ ലോഗോ, അതും എവിടെ? ദുബായിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങിൻ്റെ അവിടെ. ലൈക്ക് ദൈവം തന്നതാ ഇത്. ലൈക്ക് ഇറ്റ്സ് ദ ബെസ്റ്റ്, നോട്ട് ഫോർ മീ ബട്ട് ഫോർ എവ്രി വൺ എൽസ്. ഇറ്റ് കുഡന്റ് ബി പെർഫെക്റ്റ്. ഒന്ന് ആലോചിച്ചേ. ഉറപ്പായിട്ടും ഒന്ന് നമ്മൾ ആക്ച്വലി ഞാനിത് കേൾക്കുന്ന സമയത്ത് സുജിത്തിന്റെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് പോകണമെന്നറിയോ, എങ്ങനെ ഇതൊക്കെ ഇമ്പോസിബിൾ ആവുള്ളൂ ഭയങ്കര അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ നമുക്ക്, ആൻഡ് ഓഫ് കോഴ്സ് ഈ പറയണ സുജിത്ത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുജിത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സുജിത്ത് അത്രയും അതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതർവൈസ് ഇപ്പം ഞാനിപ്പോൾ വിചാരിക്കണം എനിക്കൊരു കാര്യം വേണം, എനിക്ക് ആഗ്രഹം മാത്രം ഉണ്ടെങ്കിൽ ഒരു കുന്തോ നടക്കില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് സുജിത്ത് റിയലി സുജിത്തിന്റെ ലൈഫ് ഒരു ലിമിറ്റിനേക്കാൾ കൂടുതൽ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു അല്ലേ. ആണ്, that is the only way to go about it, because I've understood that you want, അതല്ലേ, I wanted to do all these things. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് തിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ബിക്കോസ് ഞാൻ പറയുമല്ലേ, ആദ്യത്തെ 800 മീറ്റേഴ്സ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഒന്ന് ലൈക്ക് അന്ന് റിയാലിറ്റി ചെക്ക് ആയതാ. അത് കഴിഞ്ഞിട്ട് I have 7.5 kilometers to wheel up and down റോഡിൽ. ലാസ്റ്റ് വീഡിയോ ഓരോരോ കൈ വെച്ചേ, ഓരോരോ കൈ ആണെങ്കിലും ഒരു 10-20 മിനിറ്റ് പോകും, നിൽക്കും, പിന്നെ ഒരു 10-20 മിനിറ്റ്, ഇങ്ങനെ ആയിരുന്നു അവസ്ഥ. ബട്ട് ജസ്റ്റ് യുനോ ഓൺ ആൻഡ് ഓൺ. ആൻഡ് ആ സമയത്ത് നമ്മുടെ ബ്രെയിന് പറയും, മതി, നിർത്ത്, ബാക്കിൽ നിന്ന് വേന, ഇവിടുന്ന് വേന, കൈ വേന, ലൈക്ക് റിയൽ പെയിൻ, യുനോ. ആൻഡ് പെയിന് മാത്രമല്ല, പ്രഷറോ. നമുക്കറിയാം ഇത് നമുക്ക് വേണ്ടിയുള്ള, ഇനിയും ഇത് ഫെയിൽ ആയാൽ നീ പിന്നെ തോൽവിയാവും. യുനോ, ദിസ് ഇസ് ഓൾ പ്ലേയിങ്. നമ്മുടെ ഒരു മൈൻഡും ഗെയിമാണ്. പിന്നെ നമ്മുടെ പേർപ്പസ് ഉണ്ട്, നമുക്ക് ഇത് ചെയ്യണം, ബിക്കോസ് ദിസ് ഇസ് ഗ്രേറ്റ്നെസ്. നമ്മൾ ഇത്ര വരെ എത്തിയത് ഇവിടെ നിർത്താനല്ല. വി ഡിഡ്ന്റ് കം ടു ഗിവ് അപ്പ് ഓവർ ഹിയർ, വി ആർ ബിയോണ്ട് ദിസ്. സോ ഇറ്റ്സ് യുനോ, അപ്പോൾ ദ ട്രിക്ക് ഇസ് യുനോ വാട്ട്, എല്ലാ നോയ്സിനെ ഷൻ ചെയ്തിട്ട് ദ ഓൺലി വോയിസ് ചെയ്യണം, നോ ഫീലിങ്സ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ധൈര്യമാണ്. ഫിസിക്കലി ആണെന്ന് പറഞ്ഞാൽ അതൊക്കെ സെക്കൻഡ്. നമ്മൾ ഇത് ഇവിടെ കണ്ട, ഇവിടെ ഫീൽ ആയാൽ വി ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. You have to see it in your mind. You have to feel it in your heart. That's it. എനിക്ക് സുജിത്തിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റോറി പെട്ടെന്ന് ഓർമ്മ വന്ന ആരെയാണെന്നറിയോ? അതായത് ബൈബിളിൽ ഒരു കഥാപാത്രം ഉണ്ട്, ദാവീദ് എന്നാണ്, അറിയാമല്ലോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ദാവീദ് ആ സമയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഗോലിയാത്തിന് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഗോലിയാത്തിനോട് ജയിക്കാൻ പറ്റത്തില്ല, കാരണം പുള്ളി അത്ര ശക്തിയായിട്ടുള്ള ഒരാളാണ്. ദാവീദ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഏറ്റവും ചെറുതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ആ സമയത്ത് ദാവീദ് വന്നിട്ട് ഗോലിയാത്തിൻ്റെ അടുത്ത് യുദ്ധം ചെയ്ത് ദാവീദ് ജയിച്ചു. അതായത് ദാവീദ് ജയിച്ചത് ദാവീദിന്റെ ആ ഒരു മനസ്സിന്റെ ഒരു ധൈര്യം കൊണ്ടും ശക്തി കൊണ്ടുമാണ് ജയിച്ചത്. പിന്നീട് ദാവീദാണ് അവിടുത്തെ രാജാവായത്. സോ എനിക്ക് പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ കണക്ട് ചെയ്ത്, അതായത് നമ്മുടെ ലൈഫിലെ ഫിസിക്കൽ കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ മനസ്സിന്റെ ഒരു ശക്തിയാണ് സെറ്റ് ആക്കേണ്ടത്. ഞാൻ പണ്ട് ജീവിച്ച് ഫിസിക്കലാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ബോക്സിങ്ങിന്റെ ഒരു ലെവലൊക്കെ ഞാൻ വിചാരിച്ചു ഞാനായിരുന്നു ഉള്ളൊരു ഭയങ്കര ആരഗൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെൻ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ദ മൈൻഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ മൈൻഡ്, നമ്മളെ പറ്റി നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, ദാറ്റ് വാസ് വാട്ട് മൈ കോർ പവർ. അപ്പം അതാണ്. അപ്പം ചിലവർ പറയും ഇത് ആരഗൻസ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ദാറ്റ് ഐ ഹാവ് ഇൻ മീ. ഞാൻ ചെയ്യുന്ന വർക്കിലും പിന്നെ എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റത്തിലും എനിക്ക് ദൈവത്തിൽ ഭയങ്കര സ്ട്രോങ്, ഐ ഹാവ് എ വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് മൈ ഗോഡ്. ഞാൻ ഇങ്ങനെ എപ്പോഴും പള്ളിയിലൊന്നും പോകത്തില്ല, അങ്ങനെയൊന്നുമല്ല. ഐ ഹാവ് മൈ ഓൺ പേഴ്സണൽ കണക്ഷൻ, ഐ ഹാവ് മൈ ഓൺ പ്രെയർ ടൈമിങ്സ്, ഐ ഹാവ് മൈ ഓൺ പേഴ്സണൽ, ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് സ്ട്രോങ് ഹോൾഡ്. ആൻഡ് ആ കോൺഫിഡൻസ് വെച്ച് ഐ ബിലീവ് എന്നെ ആർക്കും ഷേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ്, ഡു ഗുഡ്, ആരാണ്ട് ഇറ്റ് വിൽ ഹെൽപ്പ് സംബഡി എൽസ്. എൻ്റെ സ്റ്റോറി ഈസ് എ ഇൻസ്പിറേഷൻ ഫോർ സംബഡി എൽസ്, മേ ബി എ മദർ, മേ ബി എ സൺ, മേ ബി എ ബോയ് ടു. എനിക്കും ചെയ്യാൻ പറ്റും എന്നൊരു ആ ഫയറിൽ കൊടുത്തല്ലേ, അത്ര മൈ ജോലി ഈസ് ഡൺ.
എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് വെച്ച് ഇഫ് സംബഡി ക്യാൻ ഫീൽ ദാറ്റ് ഐ ക്യാൻ ഓൾസോ ഡു ഇഫ് സുജിത് ക്യാൻ ഡു ഇറ്റ്, അത് മതി. ദാറ്റ്സ് ഇറ്റ്. ഒരു സ്റ്റാർട്ടിങ്, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മതി. ബാക്കി ഈസ് അപ് ടു യു. ബട്ട് ഐ ആം ടെലിങ് യു, ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ. ഞാൻ പോയ ഫിസിക്കൽ ടോർച്ചറൊക്കെ ആലോചിക്കാൻ പോലും പറ്റില്ല. സ്റ്റിൽ ഐ മേഡ് ഇറ്റ് ദിസ് ഫാർ. അപ്പോൾ ഇഫ് ഐ ക്യാൻ, യു ക്യാൻ. യു ക്യാൻ. അത് പറയുമ്പോൾ സ്പിരിച്വലി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കോട്ട്, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കോട്ട് എന്താണെന്നറിയാം? I'm going to tell you mine also. ഞാൻ എൻ്റെ പറയാം. ഇത് പറഞ്ഞത് കൊണ്ടാണ്, സ്പിരിച്വലി പറഞ്ഞത് കൊണ്ട് പറഞ്ഞാണ്. അതെന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഉണ്ട്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. അതാണ് എൻ്റെ ഫേവറേറ്റ് കോട്ട്. അതാണ് സുജിത്ത് ഇപ്പൊ പറഞ്ഞത്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. There is one, I don't know the exact words of it, but it says like, when you are with you, if you are with me, nothing can be against me. I love that. It's so powerful to me. Yeah. You know, like another negative influences or because നമ്മുടെ world all about temptations. എപ്പോൾ വേണമെങ്കിലും നമുക്ക് deviate ചെയ്യാം. But no, always stay on the path, you know. അതിന് ഇച്ചിരി goodness, humbleness വരുന്നത് from there. You know, being humble എനിക്ക് തോന്നുന്നു is very important. Arrogance, because ഇത്ര ഞാൻ പറയുമ്പോഴും it is very easy to turn it to arrogance. എനിക്ക് നല്ല ഫെയിം കിട്ടിയ ഒരാളാണ്. I have also been on so many platforms. ഇഷ്ടംപോലെ അവാർഡും കിട്ടിയ ഒരാളാണ്. That can turn into arrogance. അത് എപ്പോഴും മാറുവാണെങ്കിലും thankfully God has a way of humbling me. And I come back down and I'm very grateful to where I am. അത് സ്റ്റാർട്ട് ഒരിക്കലും മറക്കാൻ പാടില്ല. Don't flow into that, you know, because നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഒരു പേർപ്പസ് വെച്ചാണ് ചെയ്യുന്നത്. Because people are watching. Because people should understand, ഇത് നമ്മുടെ ലൈഫിനെ പറ്റി മാത്രമല്ല. We are energy with everybody. നമ്മൾ ചെയ്യുമ്പോൾ it's affecting somebody else. നമ്മൾ നെഗറ്റീവ് ചെയ്താൽ somebody else is going to be negative. But imagine you do positive. I mean, നാളെ when we go back home, കണ്ണാടി നോക്കുമ്പോൾ you should be proud of yourself. Yeah. You should be looking at yourself and being happy for the person you are. Yeah, that's the point. That's the point. That's actually the point. Yeah. അപ്പോൾ സുജിത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, സുജിത്ത്, വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ജെന്വൻ ആയിട്ട് പറയാം. I have if it is a fear, I would look into overcoming it. Like as ഞാൻ ഒരു ഹ്യൂമൻ ആയിട്ട് പറയുമോ, like my fear, okay wait, you know, I have a good answer for this. My fear is that എനിക്കൊരു ലെവൽ ഉണ്ട് I feel I have to reach in life, which is the world has to know me. I have to be known everywhere in the world, and for the work I do, and for the legacy I will leave. And my only fear is that I might die before that happens. That's my fear. ഇതിന് മുന്നേ എന്തെങ്കിലും ഈ പറയണ പോലെ എന്തെങ്കിലും ഓഫ് കോഴ്സ് അതിനിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം സുജിത്തിന്റെ ലൈഫിൽ എന്തൊക്കെ ഫിയർ ഉണ്ടായിരുന്നു അതെല്ലാം ഓവർകം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഇത്ര നേരം എന്നുള്ളത് മനസ്സിലായി. ആൻഡ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കണം വെച്ചാൽ, ആൻഡ് ഐ നോ ബാക്കിലുള്ള ക്യാമറമാൻ നോക്കുന്നുണ്ട്, സമയം കഴിഞ്ഞു പോയോ? 1 hour 25 minutes. സത്യം പറയാലോ, ഈ 1 hour 25 minutes എനിക്ക് പോയത് അറിഞ്ഞിട്ടേ ഇല്ല. സീരിയസ്ലി ഞാൻ പറയാണ്. ഇനി എനിക്ക് ചോദിക്കണം 1-2 കാര്യങ്ങൾ ഞാൻ വേഗം ചോദിക്കുകയാണ്. ആൻഡ് എനിക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു സുജിത്തിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയേണ്ട ആവശ്യമില്ല. അത് സുജിത്, യു ആർ വെരി ടോക്കറ്റീവ് പേഴ്സൺ. യാ, അപ്പം വളരെ പണ്ടേ മോട്ടിവേഷൻ ഓഫ് കോഴ്സ് ലൈഫിലൊരു ഇതുകൊണ്ടാണ് വന്നെങ്കിലും, പക്ഷേ യു ആർ വെരി ടോക്കറ്റീവ്. ആൻഡ് സുജിത്തിന്റെ വോയിസ് ആക്ച്വലി ഭയങ്കര പവർഫുൾ വോയിസ് ആണ്. ഞാനും ആക്ച്വലി ഷാനിന്റെ വൈഫുണ്ട് റസിയ, നമ്മൾ ഒരു ടൈമിൽ ഈ സമയത്ത് എനിക്കൊന്ന് 2-3 ദിവസം മുന്നേ സുജിത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു, ഒരു പോഡ്കാസ്റ്റ്, ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂ കണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച സെയിം കാര്യമാണ്. റസീം എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ഒരു പവർഫുൾ, ഭയങ്കര ഒരു വോയിസ് ആണല്ലോ എന്നുള്ളത്. നല്ലൊരു വോയിസ് ആണ് കേട്ടോ. ഒരു കോംപ്ലിമെന്റ് കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കണം എന്താ വെച്ചാൽ, ഓക്കെ, ഇപ്പം നമ്മൾ UAE കാര്യം പറഞ്ഞു, ഇപ്പോൾ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, ഹൗ ദുബായ് സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ, സുജിത്തിന് ഇപ്പം എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ UAE ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ട് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് ചേഞ്ച് ആയിരിക്കും? That would definitely be in terms of employment. Employment like definitely I would try to see, is there any more way of accommodating it? അല്ലെങ്കിൽ അത് ഇച്ചിരൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട്, അത് ഉണ്ട് പക്ഷെ അത്ര ഹൈലൈറ്റഡ് അല്ല, is something I feel that is something, if more organizations were open to it, അങ്ങനെ ഇച്ചിരൂടി ഓപ്പൺ ആയിട്ട് ഇച്ചിരൂടി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെങ്കിൽ എംപ്ലോയ്മെന്റ്. ഓക്കെ, ഓൾ റൈറ്റ്. ആൻഡ് ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, ആൻഡ് സുജിത്തിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ സംസാരിച്ചു. അപ്പം ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് അല്ലേ, എന്താണെന്നറിയോ, ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും ഭയങ്കരമായിട്ട് റീച്ച് കയറുന്ന സാധനം. ഡേ ഇൻ മൈ ലൈഫ്, ഒരാളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സോ എനിക്ക് റിയലി അങ്ങനെ ഞാൻ ഭയങ്കര ഒരാളെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് അങ്ങനെ നോക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ഇത് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് സുജിത്തിന് ഒരു എങ്ങനെയായിരുന്നു ഒരു ഡേ പോകണമെന്നൊന്ന് പറയുമോ? ലൈക്ക് ബാങ്കിലെ വർക്ക് ചെയ്യുന്ന അറിയാം, പക്ഷെ അതിനിടയ്ക്ക് പറഞ്ഞ വർക്ക്
വർക്കൗട്ട് പോകുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് സുജിത്തിനെ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ആളൊന്നുമല്ല. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. ആൻഡ് ഐ നോ യു ആർ വെരി ബിസി പേഴ്സൺ. സോ ഒരു ഡേ ലൈഫ് പറയുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്കും തോന്നും നമുക്കും ഒരു പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളത്. സോ ഞാൻ ഒരു ഫേം ബിലീവറാണ്. നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ദിവസത്തിലോ തുടക്കത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ റെസ്റ്റ് ഓഫ് ദ ഡേ, റെസ്റ്റ് ഓഫ് ദ ജീവിതം ബിക്കംസ് ഈസിയർ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇസ് എൻ്റെ വർക്ക്ഔട്ട്സ്. ബിക്കോസ് അതാണ് നമുക്ക് എല്ലാവർക്കും ആർക്കും എണ്ണിച്ചിട്ട് ജിമ്മിൽ പോയിട്ട് എല്ലാവർക്കും മസിലും ഇഷ്ടമൊക്കെ ടോൺഡ് ബോഡി ഇഷ്ടമാണ്, പക്ഷേ ദ വർക്ക് അതിനെടുക്കുന്നത് പാടാ. സോ ഐ ഗെറ്റ് അപ്പ് അറ്റ് അബൌട്ട് 5:30, 5:45. ഫസ്റ്റ് തിങ് പോകുന്നത് എൻ്റെ ഫസ്റ്റ് ഒരു ഫ്യൂ റിച്വൽസ് ഉണ്ട്. ലൈക്ക് എൻ്റെ ആദ്യത്തെ തന്നെ 1 liter വാട്ടർ ബോഡി, ലൈക്ക് അത് നമ്മുടെ ബോഡി. സോ എൻ്റെ കോൺസെപ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വി ഹാവ് ടു ബി ബെറ്റർ നമ്മുടെ ഫിസിക്കലി. അത് ജിം എടുത്തിട്ട് വി ഹാവ് ടു ബി ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി. ഓക്കെ, സോ ദ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇസ് വൺ തിങ് ഓഫ് മീ എഡ്യൂക്കേറ്റിംഗ്. ഞാൻ എൻ്റെ പറ്റി ഭയങ്കര എഡ്യൂക്കേഷൻ, ലൈക്ക് ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്, അണ്ടർസ്റ്റാൻഡ് റിയൽ കമ്മ്യൂണിക്കേഷൻ, റിയൽ പീപ്പിൾ, ദാറ്റ്സ് ഓൾ ദ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ. എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ജെന്വൻ ബോണ്ടിങ്, നമ്മൾ സംസാരിക്കുന്നത് എന്താ. സോ ഐ ഓൾവേസ് ടെൽ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നില്ല, ഞാൻ അതെൻ്റെ മൈ മൈൻഡ് ഇസ് ഗോയിങ് ടു 10 സ്ഥലങ്ങൾ. ഐ ടെൽ അബൌട്ട് ദിസ്. സോ വേക്ക് അപ്പ്, മൈ 1 liter വാട്ടർ. പിന്നെ ഫസ്റ്റ് പോകുന്നത് ജിമ്മാണ്. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് വരും, കുളിക്കും, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, എൻ്റെ പ്രേയേഴ്സ് കഴിയും ആ സമയത്ത്. ഓൾ ദിസ് ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ മൈ ഷവർ. പിന്നെയാണ് ഞാൻ എൻ്റെ ജോബിലോട്ട് കയറുന്നത്. ഓൾറെഡി 10:30 ആയി. 10:30 to 7:30 വരെ എൻ്റെ ഓഫീസ് ജോബാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വെൻ ഐ ഹാവ് മീറ്റിംഗ്സ് ഓർ ഷൂട്ട്സ് ഓർ സംതിങ് ഇൻ ബിറ്റ്വീൻ, ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഐ ഫൈൻഡ് എ ഗ്യാപ്പ് ടു കോർഡിനേറ്റ്. പിന്നെ ഈവനിങ് ആകുമ്പോൾ ഞാൻ ഇച്ചിരി DJing പരിപാടി ചെറുതായിട്ട് ദുബായിൽ തുടങ്ങാനുള്ള ഒരു ലോഞ്ച് ആവാനുള്ള പ്ലാൻ ഉണ്ട്. സോ ഐ സ്പെൻഡ് സം ടൈം വിത്ത് മ്യൂസിക്. ആൻഡ് പിന്നെ എൻ്റെ യൂഷ്വലി മൈ എൻറ്റയർ വീക്ക് ഒരു ആഴ്ച മുമ്പേ തന്നെ സോർട്ടഡ് ഔട്ടാണ്. സോ ആസ് ഓഫ് നൗ എൻ്റെ ഫുൾ ലൈക്ക് സെപ്റ്റംബർ ഹാഫ് വരെ ഐ ഹാവ് തിങ്സ് ഗോയിങ് ഓൺ. സോ ഇറ്റ്സ് ഓൾവേസ് പ്രീ പ്ലാൻഡ് മൈ എൻറ്റയർ. ബട്ട് മോർ ഓർ ലെസ് ഇതാണ് എൻ്റെ ജിമ്മാണ് ഫസ്റ്റ് പ്രയോറിറ്റി, എൻ്റെ വർക്ക്ഔട്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മ്യൂസിക്കിൽ ഇച്ചിരി ടൈം കൊടുക്കും. ആൻഡ് നെറ്റ്വർക്കിംഗ്, അത് ഒരു ബിറ്റ്വീൻ ഓൺ ആൻഡ് ഓഫ്. സോ ദാറ്റ് മീൻസ് ആൻഡ് വീക്കെൻഡ്സിലാണ് ഈ ഷൂട്ട്സും മറ്റേ കാര്യങ്ങളൊക്കെ. ദാറ്റ് മീൻസ് അതായത് സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പാവത്തിന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നർത്ഥം. അത്രയ്ക്കും ഇതല്ല, ബട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത് എനിക്ക് ഒരു പണിയില്ലാതെ ഇരുന്നപ്പോൾ, ജോലിയും മാത്രമായിട്ട്. അന്ന് എനിക്കറിയാം ഹൗ ഐ ഫെൽറ്റ്. ഞാൻ ജിമ്മും പോകാത്ത സമയത്ത് ഞാൻ വണ്ണം വെച്ചു. ഐ വാസ് ഈറ്റിംഗ് ജങ്ക് ആൻഡ് ഫ്രൈഡ് ഫുഡ് ആൻഡ് ചിപ്സ് ആൻഡ് ഓൾ, ആൻഡ് ഐ വാസ് നോട്ട് വെരി ഹാപ്പി ഇൻ മൈ ലൈഫ്. എനിക്ക് ഒത്തിരി വിളികളൊന്നും വന്നില്ല, ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല, വെളിയിൽ പോകാനും വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഐ നോ ഹൗ ഐ ഫെൽറ്റ്. ടുഡേ ഐ എം ബിസി. Now I'm happy because I always remember where I was. ഓക്കെ. സോ അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ഒരു ബിസി ലൈഫിലേക്ക് പോണ സമയത്ത് ഓക്കെ, ഇപ്പം ദാറ്റ് മീൻസ് എനിക്ക് തോന്നിയ കാര്യം ലൈഫിൽ എല്ലാ കാര്യങ്ങളും സുജിത്ത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? പ്രോപ്പർ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. സോ എന്താണ് സുജിത്തിന്റെ ഒരു നെക്സ്റ്റ് ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ആക്ച്വലി ഒരു ഫ്യൂ ഗോൾസ് ഉള്ളൂ ജീവിതത്തിൽ. ആ ഫ്യൂ ഗോൾസിന്റെ അറൗണ്ട് ഞാൻ റിവോൾവ് ചെയ്യും എൻ്റെ ദിവസം. എൻ്റെ വർക്ക് എനിക്ക് ചെയ്തേ പറ്റൂ, അതാണ് എൻ്റെ ബില്ല് കൊടുക്കുന്നത്. ദാറ്റ് ഐ വിൽ ഡു. മൈ വർക്ക്ഔട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു മീ ബിക്കോസ് അതാണ് എൻ്റെ മൈൻഡും എന്നെ മൂവ് ഫോർവേഡ് ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ മൈൻഡ് സ്ട്രെങ്തൻ ചെയ്യുന്ന എൻ്റെ വർക്ക്ഔട്ട്സാണ്. സോ അതും എൻ്റെ നോൺ നെഗോഷ്യബിളാണ്. എൻ്റെ മ്യൂസിക്കും ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. പിന്നെ ദ പീപ്പിൾ ഐ മീറ്റ് വിത്ത് ആൻഡ് ഐ മിങ്കിൾ ആൻഡ് ഐ വുഡ് ജെന്വൻലി അവരെ ഐ വോണ്ട് ടു മീറ്റ് അഗൈൻ ആർ ജെന്വൻ ബോണ്ട്സ് ആൻഡ് ജെന്വൻ റിലേഷൻഷിപ്സ് ഐ വോണ്ട് ടു ക്രിയേറ്റ് വിത്ത് ദം. So just it's ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല. It's just few good things I want in my life and I revolve around it. And പിന്നെ എൻ്റെ my speaking thing. അപ്പോൾ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഇടും on my thoughts, what I think about it. So somebody ഒരു ഇമ്പാക്ട് വരും. Somewhere someone feels something. സത്യം പറയില്ല, എൻ്റെ ഗ്ലാസ് എൻ്റെ കയ്യിലിരിക്കാൻ തൊട്ട് കുറേ നേരം ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് ഞാൻ ഫുള്ള് കുളിച്ച് തീർത്തില്ലല്ലോ എന്നുള്ളത്. കാരണം സുജിത്ത് പറയുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന്. അപ്പോൾ ഇനിയും ചോദിക്കും പറയാനുള്ള കാര്യം, ടു ബി ഓണസ്റ്റ് എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. എൻ്റെ സുജിത്തിൻ്റെ കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ മൈക്കിൻ്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ല. റിയലി എനിക്കല്ല, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും റിയലി ഒരു ഇൻസ്പിറേഷൻ ആണ്. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടെ ചോദിച്ചോണ്ട്, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. സോ അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണ്? അഡ്വൈസ് ഞാൻ പറയാം നിങ്ങളോട്. ഐ ടെൽ യു സംതിങ് ഫ്രം മൈ ഹാർട്ട്. ബിക്കോസ് എനിക്കറിയാം ചിലവരൊക്കെ ഏത് പൊസിഷനിലായിരിക്കുന്നത് നാളെ വന്നിട്ടില്ല, ടുമോറോ ഹാസ് നോട്ട് കം. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ്സ് ആര് നിങ്ങളോട് എന്ത് പറയുവാണെങ്കിലും ദാറ്റ് യു മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ, ഓർ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കാമോ ഇതായിരിക്കും വിധി. ഡു നോട്ട് ബിലീവ് ദാറ്റ്. നിങ്ങളുടെ മനസ്സ് വെച്ച് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും മനസ്സ് വെച്ചിട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. വിച്ച് എവർ സ്മോൾ ഇറ്റ് ഈസ്, ഹൗ എവർ സ്മോൾ ഇറ്റ് ഈസ്, ജസ്റ്റ് ഡു ഇറ്റ്.
ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ യു വിൽ സീ ഡോർസ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത്. ആൻഡ് സെക്കൻഡ്ലി ഓൾവേസ് റിമെമ്പർ ഇൻ ലൈഫ് വൺ തിങ്, നമുക്ക് എപ്പോഴും എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പറ്റത്തില്ല. സോ യു വിൽ ഹാവ് ടു ഡു സം തിങ്സ് ഇൻ ലൈഫ് ദാറ്റ് ഡസ് നോട്ട് പ്ലീസ് പീപ്പിൾ ഓർ ഡസ് നോട്ട് മേക്ക് എവറി വൺ ഹാപ്പി. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും കാണും നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്. സോ ആൻഡ് ഓൾവേസ് സെൽഫ് ബിലീഫ് ഇൻ യുവർ സെൽഫ്. കോൺഫിഡൻസ് നിങ്ങളുടെ ഒരു മാഡ് മാൻ പോലെ ആവണം. ദാറ്റ് നോബഡി ഷുഡ് പീപ്പിൾ ഷുഡ് തിങ്ക് യു ആർ ക്രേസി ഇൻ യുവർ കോൺഫിഡൻസ്. ആ ഒരു ലെവൽ കോൺഫിഡൻസ് വെച്ചാലേ എവിടെയെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ റേഡിയോയിൽ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ഷോസൊക്കെ മോർണിംഗ് ഷോസ് ആണ്. അതായത് എൻ്റെ ഷോസിലാണ് ഞാൻ കൂടുതലും ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ളത് ഗസ്റ്റുമായിട്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഇവിടെ 8 പോഡ്കാസ്റ്റ് കഴിഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു ഗസ്റ്റ് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സ്റ്റക്കല്ല. അവർ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കും അവരുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ വേറെ ഏതൊരു ലോകത്ത് പോയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഐ റിയലി എൻജോയ്ഡ് ദിസ് ഇയർ. ഐ റിയലി എൻജോയ്ഡ് ദിസ്. ഞാൻ പേഴ്സണലി പറഞ്ഞതാ. ആണോ? അല്ല, നോ, ബട്ട് ഐ ആം ഓൾസോ ടെല്ലിങ് ഐ റിയലി എൻജോയ്ഡ് ദിസ് ഇയർ. അപ്പോൾ സുജിത്ത്, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓഫ് ദ ക്യാമറ നമ്മൾ കുറേ സംസാരിച്ചു, നമ്മൾ വണ്ടിയിൽ കുറേ സംസാരിച്ചു. ഇന്ന് വരെ എനിക്ക് നാളത്തെ കാര്യം അറിയില്ല, ഇന്ന് വരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പം ഐ ഫീൽ സംതിങ്, എനിക്കൊരു ഫുൾ കണക്ഷൻ ഇല്ലേ നമ്മൾ. ഓഫ് കോഴ്സ് ഒരു സംതിങ് ഞാൻ വേറെ ഏതൊരു ലോകത്ത് പോയതുപോലെ എനിക്ക് തോന്നി. ആൻഡ് താങ്ക് യു സോ മച്ച്. ഐ നോ ദിസ് എപ്പിസോഡ് ഈസ് സോ സ്പെഷ്യൽ. For me too, absolutely. You are again parayana, you are such a strong personality and really you are a true real ആയിട്ടുള്ള inspirational ആളാണ്. And all the best for your future goals, and I know you will inspiring millions. Thank you so much, Vilsi. Thank you so much. എന്താണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതിനെ പറ്റി ഞാൻ ബോർ No, അടിപ്പിച്ചില്ല? definitely. ഞാൻ വിൽസി പറയുന്ന പോലെ നമ്മൾ ഓഫ് ക്യാമറ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ബിക്കോസ് ഐ ഓൾസോ ഫെൽറ്റ് ഇറ്റ്. സമയം പോയത് അറിഞ്ഞില്ല, ബട്ട് ദാറ്റ് കണക്ട് ലൈക്ക് ഒരു റിയൽ ടോക്ക് ആയിരുന്നു. ലൈക്ക് യുനോ നമ്മൾ ഈ ഇച്ചിരി നേരം മറന്നുപോയി ക്യാമറാസും പോഡ്കാസ്റ്റ് ആണ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ജെന്യുവൻ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. ഐ ഫെൽറ്റ് ദാറ്റ് ആൻഡ് ഐ താങ്ക് യു. I really enjoyed this. Thank you so much Thank for you. being here. Thank you Thank you Suji. so much, Vilsi. Thank you.